Good morning, everyone. So, we start ചെയ്യാണ് ഇന്നലെ ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എൻ്റെ സൗണ്ട് കേൾക്കാമോ? യെസ്, ഓക്കെ. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം പെട്ടെന്ന് ഞാനൊന്ന് പറയുന്നുണ്ട്. നമ്മളതിൻ്റെ പ്രോബ്ലം ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമുക്ക്. എനിവേ പെട്ടെന്നൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ റേറ്റ് അവൈലബിൾ ആണെങ്കിൽ ഡയറക്റ്റ് കോട്ട് ഉണ്ട്. ഡയറക്റ്റ് കോട്ട് ആണെങ്കിൽ ആനുവലൈസ്ഡ് അപ്രീസിയേഷൻ ഓർ ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പൊ ഇവിടുന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഫോർമുല തന്നിട്ടുണ്ട്. ആനുവലൈസ്ഡ് അപ്രീസിയേഷൻ ആണെങ്കിൽ ഒരു ഫോർമുല തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ഒരു ഫോർമുലയുണ്ട്. ഇനി ആ രണ്ട് കേസസിലും ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ അപ്രീസിയേഷൻ ഉണ്ടാവും, അതല്ല നെഗറ്റീവ് ആണെങ്കിൽ അത് ഡിപ്രീസിയേഷൻ ആയിരിക്കും. നെക്സ്റ്റ്, ഡയറക്റ്റ് കോട്ട് ആണെങ്കിൽ ബിഡ് റേറ്റ് അവൈലബിൾ അല്ലെങ്കിൽ 1/, ആസ്ക് റേറ്റ് എടുത്താൽ മതി. ആസ്ക് റേറ്റ് ഇല്ലെങ്കിൽ 1/, ബിഡ് റേറ്റ് എടുത്താൽ മതി. ഇനി എന്താണ് ബിഡ് റേറ്റ് എന്ന് പറയുന്നത്? ബിഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് ഫോറിൻ എക്സ്ചേഞ്ച് ഡീലർ വിൽ ബൈ ദി കറൻസി ആണ്. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലർ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെല്ലാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ആസ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് ഫോറിൻ എക്സ്ചേഞ്ച് ഡീലർ വിൽ സെൽ ദി കറൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ബൈ ആണ് ചെയ്യുന്നത്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ആസ്ക് റേറ്റ് മൈനസ് ബിഡ് റേറ്റ് ആണ്. സ്വാപ്പ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ദ പോയിന്റ്സ് ആഡഡ് ടു ഓർ ഡിഡക്റ്റഡ് ഫ്രം സ്പോട്ട് റേറ്റ് ടു ഡിറ്റർമൈൻ ഫോർവേഡ് ബിഡ് ആൻഡ് ആസ്ക് റേറ്റ്. Swap points show movement in exchange rate. When swap points are increasing, then add swap points to spot rate to determine forward rate. When swap points are decreasing, deduct swap points to spot rate. പിന്നെ ക്രോസ് റേറ്റ് നമ്മൾ പറഞ്ഞു, ചിലതിന്റെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവില്ല, അപ്പൊ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് CHF യു വിൽ ഹാവ് ടു പേ ഫോർ 1 million GBP അറ്റ് സ്പോട്ട് റേറ്റ്. അപ്പൊ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര CHF കൊടുക്കണം 1 million GBP കിട്ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്തേക്കെ. ഞാൻ പറഞ്ഞ ഇത് ബിഡാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ബിഡാണ്, സെക്കൻഡ് വൺ പറയുന്നത് ആസ്ക് ആണ്. ബിഡ് ആസ്ക് റേറ്റ് എന്നാണ് പറയാ. അപ്പൊ ബിഡ് ആണ്, സെക്കൻഡ് വൺ ആസ്ക് റേറ്റ് ആണ്. അപ്പൊ മിനിമം എമൗണ്ട് ഓഫ് CHF യു വിൽ ഹാവ് ടു പേ ഫോർ 1 million ആണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ GBP വാങ്ങിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യണം? GBP വേണം. സോ പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. നമുക്ക് GBP വേണം, അപ്പൊ നിങ്ങൾ GBP ബൈ ചെയ്യുന്നു. യു വാണ്ട് GBP, സോ വി ആർ ബൈയിങ് ഫ്രം ഫോറക്സ് ഡീലർ. നമ്മൾ ഫോറക്സ് ഡീലറിനോട് ബൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറക്സ് ഡീലർ ഈസ് സെല്ലിംഗ് GBP. അപ്പൊ ഫോറക്സ് ഡീലർ സെല്ല് ചെയ്യാണ്. അപ്പൊ ഫോറക്സ് ഡീലർ സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? ബിഡ് ആസ്ക് റേറ്റിൽ ഏതെടുക്കണം? ഫസ്റ്റ് വൺ ബിഡ് ആണ്, സെക്കൻഡ് വൺ ആസ്ക് ആണ്. അപ്പൊ ഫോറക്സ് ഡീലർ സെല്ലാണ് ചെയ്യുന്നത്. ഫോറക്സ് ഡീലറുടെ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഫോറക്സ് ഡീലർ ബൈ ചെയ്യുന്നു, ആസ്ക് എന്ന് പറഞ്ഞാൽ ഫോറക്സ് ഡീലർ സെല്ല് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? ഫോറക്സ് ഡീലർ സെല്ല് ചെയ്യുന്ന റേറ്റ് ആണ് വേണ്ടത്. അതും ഏത് റേറ്റ് വേണം? നമുക്ക് GBP ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടത് CHF അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ആസ്ക് CHF ബൈ GBP ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി CHF ബൈ GBP എന്നുള്ളൊരു ഫിഗർ നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് അവൈലബിൾ ആവുന്നത് USD ബൈ CHF ഉം GBP ബൈ USD ആണ്. അപ്പൊ ഞാനിത് കാണിക്കുന്നു. USD ബൈ CHF ഉണ്ട്, അതേപോലെ GBP ബൈ USD ഉണ്ട്. അപ്പൊ ഇത് രണ്ടും വെട്ടി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന GBP ബൈ CHF ആ. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് CHF ബൈ GBP ആണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും? അപ്പോൾ ബേസിക്കലി ആസ്ക് CHF ബൈ USD ഇൻറ്റു USD ബൈ GBP ആണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാം, ഇത് റിവേഴ്സ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ബിഡ് യൂസ് ചെയ്യാം. ആസ്കിന്റെ ഓപ്പോസിറ്റ് ആണ് ബിഡ്. അപ്പൊ 1 ബൈ ബിഡ് USD ബൈ CHF ആൻഡ് 1 ബൈ ബിഡ് ബൈ GBP ബൈ USD ആണ്. അപ്പൊ ഇവിടെ ബിഡ് റേറ്റ് എടുക്കുക, ഇതിന്റെ രണ്ടിന്റെയും ബിഡ് റേറ്റ് എടുക്കുക. അപ്പൊ എത്ര ബിഡ് റേറ്റ്? 1.14650 ആണ് ആദ്യത്തതിന്റെ. അപ്പൊ this is equal to 1 divided by 1.4650.
ആൻഡ് രണ്ടാമത്തത് ഇത് ആസ്ക് ആണ്, പക്ഷെ നമുക്ക് വേണ്ടത് ഇതിന്റെ റിവേഴ്സ് ആണ്. നമുക്ക് വേണ്ടത് USD/GBP ആണ്. USD/. അപ്പോൾ അതിന്റെ റിവേഴ്സ് ആവണമ്പോൾ നമ്മൾ എന്തെടുക്കുക? നമുക്ക് വേണ്ടത് റിവേഴ്സ് ആണ്. നമുക്ക് വേണ്ടത് USD/GBP ആണ്. അവിടെ തന്നിരിക്കുന്ന GBP/USD ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് റിവേഴ്സ് ആകുമ്പോൾ 1 നമുക്ക് വേണ്ടത് ആസ്ക് ആണെങ്കിൽ എന്തെടുക്കുക? ബിഡ് എടുക്കുക. അപ്പോൾ 1 ബിഡ് 1.7645. 1.7645 കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. 1/1.4650 into 1/1.7645 equal to 0.3868 equal to 0.3868. അപ്പോൾ നമ്മൾ ചോദിച്ചത്ര 1 മില്യൺ GBP വേണം. അപ്പോൾ 1 GBP ഈക്വൽ ടു 1 GBP. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 1 GBP. 1 GBP ഈക്വൽ ടു 0.3868 CHF. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 1 മില്യൺ GBP വാങ്ങിക്കണമെങ്കിൽ എത്രയാണ്? ഇപ്പൊ നമുക്ക് കിട്ടിയത് ആസ്ക് റേറ്റ് ആണ്. therefore 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 1 മില്യൺ GBP will be equal to 1 മില്യൺ, അതായത് 10 ലക്ഷം ഇൻറ്റു 1 GBP ഈക്വൽ ടു 0.3868 ആണ്. അപ്പോൾ 386800 3,86,800 CHF ആണ്. ഓക്കെ, ഇപ്പോൾ തീർന്നു. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആക്ച്വലി ആദ്യത്തെ 4 ചെയ്തു. അത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലത്തെ ക്വസ്റ്റ്യൻ എക്സാമിനേഷനും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഫോറക്സിന്റെ പാർട്ട് 1 പഠിച്ചു. ഇനി ഇതും അറിയണം നിങ്ങൾക്ക്. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ബിഡ് ആസ്ക് റേറ്റ് ക്ലിയർ ആണോ? ഫസ്റ്റ് വരുന്നത് ബിഡ് ആണ്, സെക്കൻഡ് വരുന്നത് ആസ്ക് ആണ്. അത് ക്ലിയർ ആണോ? ബിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ ഡീലർ ബൈ ചെയ്യുന്നതാണ്. ആസ്ക് എന്ന് പറയുന്നത് ഫോറിൻ ഡീലർ സെല്ല് ചെയ്യുന്നതാണ്. ഇത് ആദ്യം ക്ലിയർ ആവണം. നെക്സ്റ്റ് രണ്ടാമത്തത് നമുക്ക് വേണ്ടത് CHF/GBPയുടെ ആസ്ക് ആണ്. അപ്പൊ അത് ക്രോസ് ചെയ്യണം. CHF/USD ആൻഡ് USD/GBP. അപ്പൊ ഇത് ക്രോസ് ചെയ്താൽ നമുക്ക് ഇത് വെട്ടി വെട്ടി പോകും. ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. CHF/GBP തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട. ഇപ്പൊ ക്രോസ് കറൻസി ആണ് ഇപ്പൊ ചെയ്തത്. ഇപ്പൊ ക്രോസ് കറൻസി വരേണ്ടത് CHF/USDയും USD/GBP ആകുമ്പോഴാണ് ഇത് വെട്ടി വെട്ടി പോയി CHF/GBP വരിക. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് CHF/USD അല്ല, USD/CHF ആണ്. നമുക്ക് തന്നിരിക്കുന്നത് USD/GBP അല്ല, തന്നിരിക്കുന്നത് GBP/USD ആണ്. വേണ്ടതിന്റെ ഓപ്പോസിറ്റാ തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഇതിന്റെ ആസ്ക് ആണ്, പക്ഷെ തല തിരിഞ്ഞിട്ടാ തന്നത്. അപ്പൊ തല തിരിഞ്ഞിട്ടാണെങ്കിൽ എന്തെടുക്കുക? ആസ്കിന് പകരം ബിഡ് എടുക്കുക. ബിഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 ബിഡ് എടുക്കണം. അപ്പൊ USD/CHFന്റെ ആസ്കിന് പകരം ബിഡ് എടുക്കുക 1/1.4650. പിന്നെ GBP/USD ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് USD/GBP, ഓപ്പോസിറ്റ് ആണ്. ആസ്കിന്റെ ആണ് വേണ്ടത്, അത് തന്നിട്ടില്ല. അപ്പൊ ഓപ്പോസിറ്റ് തന്നിരിക്കുന്നത്. അപ്പൊ ബിഡ് എടുക്കുക. ആസ്കിന്റെ ഓപ്പോസിറ്റ് ബിഡ് ആണ്. എടുക്കുമ്പോൾ ഇൻവേഴ്സ് 1 എന്നുള്ള രീതിയിൽ എടുക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കൺസിഡർ കോഡ്സ് ഓഫ് ബാങ്ക് ഓൺലി and determine implied swap point for spot over 3 months. ഇപ്പോൾ സ്വാപ്പ് പോയിന്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് സ്വാപ്പ് പോയിന്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സ്വാപ്പ് പോയിന്റ്സും ഓവർ 3 month ഫോർവേഡ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്വാപ്പ് പോയിന്റ്? Swap point equal to spot rate minus forward rate. Spot rate minus forward rate. Spot rate minus forward rate. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള GBP/CHF കാൽക്കുലേറ്റ് ചെയ്യുന്നു. തിരിച്ചാണെങ്കിലും ചെയ്യാം, ആൻസർ സെയിം ആണ്. GBP/CHF എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് GBP/CHF ആണ്. GBP/CHF.
ഓക്കെ, ഇപ്പോൾ സ്പോട്ട് റേറ്റിൻ്റെ കാണുന്നു. ഫസ്റ്റ് നമ്മൾ ബാങ്ക് എയുടേത് കാണുന്നു. ബാങ്ക് എയുടെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 3 months സ്വാപ്പ് പോയിന്റ് കാണുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്പോട്ട് റേറ്റ്. ഇനി ഇത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ട്. സ്പോട്ട് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പോട്ടിന്റെ ബിഡ് ആൻഡ് ആസ്കിന്റെ ഡിഫറൻസ്, ബിഡും ആസ്കും കണ്ടുപിടിക്കണം. ഡിഫറൻസ് അല്ല, ബിഡും ആസ്കും കണ്ടുപിടിക്കണം. ആൻഡ് ഫോർവേഡ് റേറ്റിന്റെ ബിഡും ആസ്കും കണ്ടുപിടിക്കണം. ബിഡും ആസ്കും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് വേണ്ടത് GBP per CHF ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് ബിഡ്, ഫസ്റ്റ് വേണ്ടത് ബിഡ് GBP by CHF ആണ്. പക്ഷെ ആ ഇൻഫോർമേഷൻ തന്നിട്ടില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിഡ് ആ ഇൻഫോർമേഷൻ തന്നിട്ടില്ല. പകരം തന്ന ഇൻഫോർമേഷൻ നോക്കിയാൽ മതി. തലതിരിച്ചൊന്നും വേണ്ട. നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാ? GBP per USD തന്നിട്ടുണ്ട്. സ്പോട്ട് എടുക്കുന്നു. GBP by USD തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? USD by CHF തന്നിട്ടുണ്ട്. USD ബിഡ്, USD by CHF. അപ്പൊ എന്ത് സംഭവിക്കും? USDയും വെട്ടിപ്പോകും. നമുക്ക് കിട്ടുന്നത് ബിഡ് GBP per CHF കിട്ടും. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ GBP per USDയുടെ ബിഡ് എത്ര? ബിഡ് ആയിരിക്കും ഫസ്റ്റ് പറയുന്നത്. ബിഡ് 1.645. ഇവിടെ 1 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് നമ്മൾ ആ ഫിഗർ തന്നെ എടുത്തിട്ടുണ്ട്. ആസ്ക് ഒന്നും എടുക്കാതെ 1.645 multiplied by bid USD by CHF. Bid USD by CHF 1.4650. 1.4650. അപ്പൊ ഇപ്പൊ USDയും വെട്ടിപ്പോയി. നമുക്ക് കിട്ടുന്ന ആൻസർ ബിഡ് ബൈ GBP by CHF ആയിരിക്കും. 1.7645 multiplied by 1.4650 equal to 2.58499 equal to 2.5850. ഇപ്പൊ ബിഡ് കിട്ടി, സ്പോട്ട് റേറ്റിന്റെ ബിഡ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സ്പോട്ട് റേറ്റിന്റെ ആസ്ക് വേണം. ആസ്ക് GBP by CHF. ഇത് രണ്ടും സ്പോട്ട് റേറ്റിന്റെ ആണ്. ഓക്കെ, അപ്പൊ സെയിം തന്നെയാണ്. നമുക്ക് വേണ്ടത് ആസ്ക് ആണ്. GBP by CHF തന്നിട്ടില്ല. അപ്പൊ ആസ്ക് GBP by USD എടുക്കുന്നു, മൾട്ടിപ്ലൈഡ് ബൈ ആസ്ക് USD by CHF. കാരണം ഡയറക്റ്റ് GBP by CHF തന്നിട്ടില്ല. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ USDയും വെട്ടിപ്പോവും. നമുക്ക് തിരിച്ചു കിട്ടുന്നത് GBP by CHF ആണ്. ഇപ്പൊ GBP by USDയുടെ ആസ്ക് റേറ്റ് എടുക്കണം. ആദ്യം ബിഡ് ആണ്, രണ്ടാമത് ആസ്ക് ആണ്. അപ്പോ എന്ത് കിട്ടി? പോയിന്റ് സ്പോട്ട് ആണ് 60. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ 0.60 എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് ഉണ്ടല്ലോ, അതാണ് 0.60 എന്ന് പറഞ്ഞാൽ 1.660 ആണ്. അതേപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന ബൈ 55 ഉണ്ടല്ലോ, ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ് 55, ബാക്കിയൊക്കെ സെയിം ആ 1.4655. 1.7660 this is equal to 1.7660 multiplied by 1.4655. 1.4655 equal to 1.7660 multiplied by 1.4655 equal to 2.5880. 7 ഉണ്ട്. ഇപ്പൊ 2.5881. ഇപ്പൊ എന്ത് കിട്ടി? സ്പോട്ടിന്റെ ബിഡ് GBP per CHFഉം ആസ്ക് GBP per CHFഉം കിട്ടി. ഇനി 3 months ഫോർവേഡ് റേറ്റ് കണ്ടുപിടിക്കണം നമുക്ക്. 3 months ഫോർവേഡ് റേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക.
3 months ഫോർവേഡ് റേറ്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കുന്നു. ഫോർവേഡ് റേറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. ഫോർവേഡ് റേറ്റ് തന്നിട്ടില്ല. പകരം എന്ത് തന്നിട്ടുണ്ട്? 3 മന്തിൻ്റെ സ്വാപ്പ് പോയിന്റ്സ് USD/CHF തന്നിട്ടുണ്ട്. അതേപോലെ 3 മന്ത്സ് സ്വാപ്പ് പോയിന്റ്സ് GBP/USD തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാപ്പ് പോയിന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫോർവേഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ നോട്ട് കാണിച്ചു തരികയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നോട്ടിലുള്ള തിയറീസ് പ്രോബ്ലം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള തിയറീസ് ആണ്. നമ്മൾ സ്വാപ്പ് പോയിന്റ്സ് എടുക്കുന്നു. അപ്പോൾ എന്താ സ്വാപ്പ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വാപ്പ് പോയിന്റ്സ് ആർ പോയിന്റ്സ് ആഡഡ് ടു ഓർ ഡിഡക്റ്റഡ് ഫ്രം സ്പോട്ട്. അപ്പോൾ സ്വാപ്പ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്പോട്ടിൽ നമ്മൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ സ്പോട്ട് നമ്മൾ ഡിഡക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ടു ഡിറ്റർമൈൻ ഫോർവേഡ് ബിഡ് ആൻഡ് ആസ്ക് റേറ്റ്. ഇപ്പൊ സ്വാപ്പ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാപ്പ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് റേറ്റ് മൈനസ് ഫോർവേഡ് റേറ്റ് ആണ്, ബിഡിന്റെയും ആസ്കിന്റെയും. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സ്പോട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്പോട്ടിലോട്ട് ആഡ് ചെയ്യാണ് വേണ്ടത്, അല്ലെങ്കിൽ മൈനസ് ചെയ്യാണ്. സ്വാപ്പ് പോയിന്റ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിന്റെ മൂവ്മെന്റ്സ് കാണിക്കുന്നതാണ് സ്വാപ്പ് പോയിന്റ്സ്. When swap points are increasing, then add swap point to spot rate to determine forward rate. Okay. അപ്പോൾ സ്വാപ്പ് പോയിന്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നു സ്വാപ്പ് പോയിന്റ്സ്, ക്വസ്റ്റ്യൻ നോക്കുന്നു. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഈ ഫസ്റ്റ് കേസിന്റെ USD/CHF ഫസ്റ്റ് കേസിൽ സ്വാപ്പ് പോയിന്റ്സ് എന്താ പറയുന്നത്? 5ഉം 10ഉം ആണ്, ഇൻക്രീസ് ആണ്. അപ്പോൾ ഇൻക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യണം? സ്വാപ്പ് പോയിന്റ്സ് ആഡ് ചെയ്യണം. സ്വാപ്പ് പോയിന്റ്സ് ആഡ് ചെയ്യണം. അപ്പോൾ സ്പോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫോർവേഡ് എത്രയായിരിക്കും? ഇതിന്റെ ഫോർവേഡ് എത്രയായിരിക്കും? എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 1.4655. എങ്ങനെ 55 കിട്ടിയേ? 5 ആഡ് ചെയ്തു. ഇതും സെയിം ആണ്, ബിഡും ആസ്കും തന്നെയാണ്. അപ്പൊ ബിഡിൽ 5 ആഡ് ചെയ്യുക, ആസ്കില് എന്ത് ആഡ് ചെയ്യുക? 10 ആഡ് ചെയ്യുക. 1.4655 ആണ്, അതെന്തായിട്ട് മാറും? 65 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 മന്ത്സിന്റെ ഫോർവേഡ് കിട്ടി. USD/CHF ഫോർവേഡ് കിട്ടി. ഇനി നമുക്ക് എന്തറിയണം? അടുത്ത 3 മന്ത്സ് സ്വാപ്പ് പോയിന്റ്സിന്റെ അറിയണം. GBP/USD അറിയണം. വീണ്ടും എന്റെ നോട്ട് കാണിക്കുന്നു. When swap points are decreasing, then deduct swap point to spot rate to determine forward rate. അപ്പോൾ swap points ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മൈനസ് ആണ്. 25/20 മൈനസ് ആണ്, കുറയാണ്. സ്വാപ്പ് പോയിന്റ്സ് കുറയുന്നു. അപ്പോൾ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫോർവേഡ് മൈനസ് ചെയ്യണം. എഗെയിൻ ഇത് ബിഡ് ആസ്ക് ആണ്. ഫസ്റ്റ് ബിഡ് ആയിരിക്കും, പിന്നീട് ആസ്ക് ആണ്. അപ്പോൾ ബിഡിന്ന് 25 കുറയ്ക്കണം, ആസ്ക് 20 കുറയ്ക്കണം. അപ്പോൾ 1.645 25 കുറയ്ക്കുമ്പോൾ 1.620 ബൈ 60 നമ്മൾ 40 കൊടുക്കുമ്പോൾ 1.640 ആവും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫോർവേഡ് കിട്ടി. അപ്പൊ നമുക്ക് രണ്ടിന്റെയും ഫോർവേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഫോർവേഡ് കിട്ടിയത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യട്ടെ, എങ്കിൽ എനിക്ക് മുകളിലോട്ട് വന്ന് എടുക്കുന്നത് ഒഴിവാക്കാം. ബാങ്ക് എയുടെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇനി എന്ത് കണ്ടുപിടിക്കണം? ഫോർവേഡ് റേറ്റിന്റെ ബിഡും ആസ്കും കണ്ടുപിടിക്കണം. അപ്പൊ ഫോർവേഡ് റേറ്റിന്റെ ബിഡ് ഫോർവേഡ് ആണ്. ഫോർവേഡിന്റെ നമുക്ക് വേണ്ടത് GBP/CHF ആണ്. ബിഡ് ഈക്വൽ ടു ബിഡ് ക്രോസ് ആണ്, ഇവിടെ ഡയറക്റ്റ് ആയിട്ടില്ല. GBP/USD മൾട്ടിപ്ലൈഡ് ബൈ ബിഡ് USD/CHF. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പറയുന്ന USD വെട്ടിപ്പോവും, നമുക്ക് വേണ്ട ഡാറ്റ കിട്ടും. ഇപ്പൊ GBP/USD ആണ്. എത്രയും നിങ്ങളുടെ GBP/USD ഫോർവേഡിന്റെ ബിഡ് ഫസ്റ്റത്തെയാണ് 1.7620 മൾട്ടിപ്ലൈഡ് ബൈ USD/CHF ഫസ്റ്റത്തെയാണ് ബിഡ് 1.4655.
equal to 1.620 multiplied by 1.4655 equal to 2.522. 2.5822. ഇനി ഇതേപോലെ തന്നെ ഫോർവേഡിന്റെ ആസ്ക് കണ്ടുപിടിക്കണം. ആസ്ക് GBP per CHF ആണ് വേണ്ടത്. അപ്പോൾ ആസ്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ് വെട്ടിപ്പോവുക. മൾട്ടിപ്ലൈഡ് ബൈ USD by CHF. So this is equal to GBP by USD. ആസ്ക് ആണ്, രണ്ടാമത്തതാണ് ആസ്ക്. അപ്പോൾ 1.7640. 1.7640 and USD by CHF bit ask ആണ്. അപ്പോൾ രണ്ടാമത്തതാണ് ആസ്ക് 1.4665. So equal to 1.7640 multiplied by 1.4665 equal to 2.5869. 2.5869. അപ്പോൾ ഇനി നമ്മൾ സ്വാപ്പ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസോ ഡിക്രീസോ ആണ്. എന്തിൻ്റെ? സ്പോട്ടിൻ്റെയും അതേപോലെ തന്നെ ഫോർവേഡ് റേറ്റിൻ്റെയും ഡിഫറൻസ് ആണ്. ഇപ്പോൾ സ്പോട്ട് റേറ്റ് മൈനസ് ഫോർവേഡ് റേറ്റ് ആണ്. പക്ഷേ ഇവിടെ സ്പോട്ടിനും ബിഡ് ഉണ്ട്. അപ്പോൾ സ്പോട്ടിനും ബിഡ് ഉണ്ട്, ഫോർവേഡിനും ബിഡ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആദ്യം ബിഡുകളുടെ ഡിഫറൻസുകൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ സ്പോട്ടിന്റെ ബിഡ് എത്രയാ? സ്പോട്ടിന്റെ ബിഡ് 2.5850. 2.5850. ഫോർവേഡിന്റെ ബിഡ് എത്രയാ? 2.5822 മൈനസ് 2.5822. ഇപ്പൊ 2.5850 മൈനസ് 2.5822 ഈക്വൽ ടു 0.0028. ഇനി അതേപോലെ ആസ്കിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ആസ്ക് എത്രയാണ്? സ്പോട്ടിലെ ആസ്ക് 2.5881. 2.5881 മൈനസ് സ്പോട്ടിന്റെ ഫോർവേഡിന്റെ ആസ്ക് 2.5869. So equal to 2.5881 minus 2.5869 equal to 0.0012. ഇനി ഇപ്പൊ നമുക്ക് സ്പോട്ട് കിട്ടി, അതേപോലെ തന്നെ ആസ്കിന്റെ കിട്ടി. അപ്പോൾ ഇനി therefore swap equal to ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് 0.0028 minus 0.0012 equal to 0.0028. Okay, swap points. നമ്മൾ പോയിന്റ്സ് ആണ് ചോദിച്ചത്, സ്വാപ്പ് പോയിന്റ്സ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇപ്പോൾ സ്വാപ്പ് അല്ല ചോദിച്ചത്, സ്വാപ്പ് പോയിന്റ്സ് ആണ് ചോദിച്ചത്. പോയിന്റ്സ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? ഇത് കണ്ടോ, 25/20, 5/10 എന്ന് പറഞ്ഞിട്ടാണ് പോയിന്റ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പോയിന്റ് ഡിനോട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0.0028 by 0.0012 എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റ്സ് അവിടെ കണ്ടില്ലേ, 5/10, 25/20 ആണ്. അപ്പൊ ഈ 0.00 വെട്ടാം, രണ്ട് സ്ഥലത്തും സെയിം ആണ്. അപ്പൊ 28/12 ആണ്. നമ്മുടെ സ്വാപ്പ് പോയിന്റ് എന്ന് പറയുന്നത് 28/12 ആണ്. അപ്പോൾ ഒരു തവണ നോക്കിയാൽ മതി, പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ചിങ്ങനെ മെത്തേഡ്സ് വേണം. അപ്പൊ സ്പോട്ടിന്റെയും ഫോർവേഡിന്റെയും ഡിഫറൻസ് ആണ് സ്വാപ്പ് പോയിന്റ്സ്. അത് പോയിന്റ്സിലാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ സ്പോട്ടിന് നമുക്ക് ബിഡും ഉണ്ട്, ആസ്കും ഉണ്ട്. ഫോർവേഡിനും ബിഡും ആസ്കും ഉണ്ട്, അത് കണ്ടുപിടിക്കുക. എന്നിട്ട് സ്പോട്ടിന്റെ ബിഡ് എടുക്കുക, ഫോർവേഡിന്റെ ബിഡ് എടുക്കുക, അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഫോർവേഡിന്റെ ബിഡ് എടുക്കുക, ഫോർവേഡിന്റെ ബിഡും സ്പോട്ടും, അതേപോലെ തന്നെ നമ്മൾ സ്പോട്ടിന്റെ ആസ്ക് എടുക്കുക, ഫോർവേഡിന്റെ ആസ്ക് എടുക്കുക, രണ്ട് ആസ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ്. അതായിരിക്കും നമ്മുടെ സ്വാപ്പ് പോയിന്റ്സ്. അപ്പൊ മൈനസ് ചെയ്യാതിരിക്കുക, പോയിന്റ്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ 0.0 ഒക്കെ നിങ്ങൾക്ക് വെട്ടി പോയിട്ട് അവിടെ എല്ലാം ക്ലിയർ, ഇത് മാത്രം എടുത്താൽ മതി. 28/12. ഇപ്പൊ ഈ 28/12 എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണേ, ഈ 4 ഡെസിമൽ പോയിന്റിലാണ് നമ്മൾ എന്ത് പറയാ,
നമ്മുടെ ഫോറക്സ് റേറ്റ്സ് പറയാം. ഇപ്പൊ 28 എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് 0.00 ഉണ്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ട്. വെറും 28 എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് 0.00 ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വെറും 0.12 എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് 00 ഉണ്ട്. അപ്പൊ 0.0012 ആണ്, 4 ഡിജിറ്റിലാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 5 തീർന്നു. ഇനിയാണ് നമ്മുടെ കുറച്ചും കൂടി ക്രോസ് എക്സ്ചേഞ്ച് പഠിച്ചു, അതേപോലെ സ്വാപ്പ് പോയിന്റ്സ് എന്താണെന്ന് പഠിച്ചു. അതിന്റെ ബേസിസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അതായത് മുകളിൽ നമ്മൾ പറഞ്ഞ കുറച്ച് തിയറീസ് ഉണ്ടായിരുന്നു, ആ തിയറി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്തു. ആക്ച്വലി ഓപ്പോസിറ്റ് ആണ്, പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ തിയറീസ് നോക്കിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് ആണ്. എന്താണ് എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ്? എക്സ്ചേഞ്ച് ഫോറക്സ് റേറ്റ് ചെയ്യുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. എന്താ റിസ്ക്? മൂല്യം കൂടാം, കുറയാം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അത് എങ്ങനെ ഓവർകം ചെയ്യാം? നെറ്റിംഗ് വഴി ഓവർകം ചെയ്യാം. ഇത് പലപ്പോഴും ചിലപ്പോൾ തിയറി ആയിട്ടും ചോദിക്കാറുണ്ട്. തിയറി ക്വസ്റ്റ്യൻ ആയിട്ടും എക്സാമിനേഷൻ പ്യുവർ തിയറി ആയിട്ടും ചോദിക്കാറുണ്ട്. നെറ്റിംഗ് ഉണ്ട്, ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്സ് ഉണ്ട്, കറൻസി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഉണ്ട്, പോർട്ട്ഫോളിയോ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം, ആൻഡ് കറൻസി സ്വാപ്പ് ഉണ്ട്. അപ്പൊ ഇത്രയും രീതിയിൽ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് മാനേജ് ചെയ്യാം. അതിൽ എന്താണ് നെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓഫ് സെറ്റിംഗ് ഓർ മണി മാർക്കറ്റ് ഓപ്പറേഷൻ. അപ്പോൾ നെറ്റിംഗ് ഈസ് ദ മെത്തേഡ് ഓഫ് മാനേജിങ് റിസ്ക് ബൈ ട്രേഡിംഗ് വിത്ത് അസോസിയേറ്റ്. ഇപ്പൊ നമ്മുടെ അസോസിയേറ്റ്സ്, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി നമ്മുടെ സെയിം കമ്പനിയോട് ട്രേഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഫോറക്സ് റേറ്റിലുള്ള ഡിഫറൻസ് ബാധിക്കില്ല. അതെന്താ? ഒരെണ്ണം ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും ഡീൽ ചെയ്യുമ്പോൾ ഹോൾഡിംഗ് കമ്പനിക്ക് ചിലപ്പോൾ ലോസ് ആവും ഫോറക്സിൽ എന്ന് പറഞ്ഞാൽ, അപ്പുറത്തെ ഹോൾഡിംഗ് സബ്സിഡറി കമ്പനിക്ക് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ നെറ്റ് ചെയ്യുന്ന സമയത്ത് 0 ആയിട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങളുടെ 2 ബ്രാഞ്ചുകൾ തമ്മിൽ ഡീൽ ചെയ്തോട്ടെ, നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ തന്നെ അസോസിയേറ്റ്സ് ആയിട്ടും സബ്സിഡറി ആയിട്ടും ഹോൾഡിംഗ് ആയിട്ടും ബ്രാഞ്ചസ് ആയിട്ടും ഡീൽ ചെയ്യട്ടെ. അപ്പോൾ ഒരു കമ്പനിക്ക് ലാഭമാണെങ്കിൽ അടുത്ത കമ്പനിക്ക് നഷ്ടമായിരിക്കും. ഇപ്പൊ നെറ്റ് ചെയ്ത് പോകുമ്പോൾ നഷ്ടം ഉണ്ടാവില്ല, ലാഭം ഉണ്ടാവില്ല, 0 ആവും. ഹിയർ ഗ്രൂപ്പ് കമ്പനീസ്, കൺസോൾട്ടേഷൻ ഒക്കെ പഠിച്ച സ്റ്റുഡൻസ് ആയിരിക്കും. ഗ്രൂപ്പ്, ഹോൾഡിംഗ്, സബ്സിഡറി, അസോസിയേറ്റ് ഒക്കെ. ഗ്രൂപ്പ് കമ്പനീസ് സെറ്റിൽ ദി എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ഓഫ് അസോസിയേറ്റ്. അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ കൺസോൾട്ടേഷനിൽ പഠിക്കുന്ന അസോസിയേറ്റ് അല്ല, അവരുമായി ബന്ധപ്പെട്ട കമ്പനി, സബ്സിഡറി, അസോസിയേറ്റ് ഒക്കെ. General netting is used in case of large companies whose various currency exposures are managed by a single portfolio. When correlation between two currencies will be positive, company adopts long strategy. Correlation positive ആണെങ്കിൽ long strategy. അതായത് 2 കമ്പനീസും തമ്മിലുള്ള 2 കറൻസിയും തമ്മിലുള്ള കോറിലേഷൻ പോസിറ്റീവ് ആണെങ്കിൽ, ഹൈലി കോറിലേറ്റഡ് ആണെങ്കിൽ ലോങ് അല്ലെങ്കിൽ ഷോർട്ട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് ലോങ്ങും മറ്റേതിന് ഷോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദിസ് ഹെൽപ് ടു ഓഫ്സെറ്റ് ലോസ് ഓഫ് വൺ കറൻസി വിത്ത് ഗെയിൻ ഇൻ അതർ കറൻസി. ഇത് നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്ത അതേ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ചെയ്യുന്നത്, കറൻസിയിൽ ചെയ്യുന്നു എന്ന് മാത്രം. ഒരെണ്ണം ലോങ്ങും ഒരെണ്ണം നമ്മൾ ഷോർട്ടും നമ്മൾ പഠിച്ചതായിരുന്നു. ഒരു ഇതിൽ നമ്മൾ ലോങ് ആണെങ്കിൽ സ്പോട്ട് മാർക്കറ്റിൽ നമ്മൾ ഷെയർ ഫ്യൂച്ചറും ഓപ്ഷനും പഠിച്ചപ്പോൾ സ്പോട്ട് മാർക്കറ്റിൽ ലോങ് ആണെങ്കിൽ ഫോർവേഡ് മാർക്കറ്റിൽ ഷോർട്ട് ആയിരിക്കും, ഓപ്പോസിറ്റ് പൊസിഷൻ എടുക്കുക. അപ്പൊ നെറ്റ് ചെയ്ത് പൊക്കോളും. അതേ കാര്യം തന്നെ മണി മാർക്കറ്റ് ഓപ്പറേഷൻ റെഫർ. ഇത് ഇവിടെ നിന്നാണ് നിങ്ങളുടെ അധികം പ്രോബ്ലംസ് വരാറ്. ഇനി മണി മാർക്കറ്റ് ഓപ്പറേഷൻസ് എങ്ങനെയാണ്? അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഓപ്പറേഷൻ. മണി മാർക്കറ്റ് ഓപ്പറേഷൻ refers to creation of equivalent asset or liabilities payable in foreign currency. So it involves taking opposite position ആണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ്? ഇപ്പോൾ ഹെഡ്ജിങ് എഗെയിൻസ്റ്റ് ഫോറിൻ കറൻസി പേയബിൾ ഉണ്ട്. ഇതിന്റെ പ്രോബ്ലം ചെയ്യും, 2-3 പ്രോബ്ലം നമ്മൾ ചെയ്യും. എക്സാമിനേഷനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊരു ഫോറിൻ കറൻസി പേയബിൾ ഉണ്ട്. ദർ ഇസ് എ ഫോറിൻ കറൻസി പേയബിൾ. അപ്പൊ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസി എന്ത് ചെയ്യണം? ഒരു റിസീവബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോറിൻ കറൻസി റിസീവബിൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോറിൻ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോറിൻ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഫോറിൻ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പൈസ എവിടുന്ന് വരും? ഹോം കറൻസിയിൽ നിന്ന് ബോറോ ചെയ്തിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫോറിൻ കറൻസി ലയബിലിറ്റി ആണ് നമുക്കുള്ളത്. അപ്പൊ ഫോറിൻ കറൻസി ലയബിലിറ്റി ആണുള്ളതെങ്കിൽ ഒരു ഫോറിൻ കറൻസി അസറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫോറിൻ കറൻസിയിൽ അസറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഫോറിൻ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം.
ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ എവിടെ നിന്ന് വരും? നമ്മൾ നാട്ടിൽ നിന്ന് ബോറോ ചെയ്തിട്ട് ഫോറിൻ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. It will borrow in home currency for the purpose of investment. Okay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഇതൊന്നും നോക്കുന്നില്ല. ഇനി ഇവിടെ ഒരു കാര്യം, ഇത് മാത്രം നോക്കുന്നു. എമൗണ്ട് ഇൻവെസ്റ്റഡ് എത്രയെന്നുള്ളത് അറിയണം. ഇൻവെസ്റ്റ് ഇൻ ഫോറിൻ കറൻസി ആണ്. അപ്പോൾ ഇൻവെസ്റ്റ് ഇൻ ഫോറിൻ കറൻസി an amount equivalent to foreign currency payable. എത്രയാണോ നമ്മുടെ ഫോറിൻ കറൻസി പേയബിൾ ഉള്ളത് അതിന് ഈക്വലന്റ് ആയിട്ട് അപ്പുറത്തൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എത്രയാണ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈക്വൽ ടു എത്രയാണോ നമ്മുടെ ഫോറിൻ കറൻസി പേയബിൾ ഡിവൈഡ് ബൈ 1 + 4x ഡെപ്പോസിറ്റ് റേറ്റ് ഫോർ ദാറ്റ് പീരിയഡ്. പേയബിൾ ആണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യണം, 4x ഡെപ്പോസിറ്റ്. കാരണം നമ്മൾ പേ ചെയ്യാനുള്ളത് പേയബിൾ വിൽ ബി ഈക്വൽ ടു നമ്മളിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യും പ്ലസ് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഈ രണ്ട് എമൗണ്ടും ചേർത്തിട്ടായിരിക്കും നമുക്ക് പേയബിൾ ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോറിൻ കറൻസി പേയബിൾ ഡിവൈഡ് ബൈ 1 + 4x ഡെപ്പോസിറ്റ് ഫോർ ദാറ്റ് പീരിയഡ്. സ്റ്റെപ്പ് 2 കൺവേർട്ട് ഇൻ ഹോം കറൻസി ആൻഡ് ബോറോ. അപ്പൊ നമ്മൾ ഇത് 1 by 1 ആയിട്ട് ചെയ്യുന്നു. ഈ സ്റ്റെപ്പ് ഒന്നും നോക്കണ്ട. ഇനി ഫോറിൻ കറൻസി പേയബിൾ ആണ്. അപ്പൊ നമ്മൾ ആ ഫോറിൻ കറൻസി പേയബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ ഫോറിൻ കറൻസി റിസീവബിളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഫോറിൻ കറൻസി റിസീവബിളും കൂടി ഞാൻ പറയുന്നുണ്ട്, എന്നിട്ട് പോവാം. ഹെഡ്ജിങ് അഗെയിൻസ്റ്റ് ഫോറിൻ കറൻസി റിസീവബിൾ. അപ്പൊ നമുക്കൊരു ഫോറിൻ കറൻസി റിസീവബിൾ ആണ്, അസറ്റ് ആണ് വേണ്ടത് ഉള്ളത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് പൊസിഷൻ എടുക്കണം. എന്ന് പറഞ്ഞാൽ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു ഫോറിൻ കറൻസി പേയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഫോറിൻ കറൻസി പേയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോറിൻ കറൻസി പേയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോറിന് ബോറോ ചെയ്യും, എന്നിട്ട് നമ്മുടെ ഹോം കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്തറിയണം? എത്ര എമൗണ്ട് ബോറോ ചെയ്യണം. അപ്പോൾ എമൗണ്ട് ഫോറിൻ കറൻസി റിസീവബിൾ ഡിവൈഡഡ് ബൈ 1 + ബോറോയിങ് റേറ്റ് ഫോർ ദാറ്റ് പീരിയഡ്. ഓപ്പോസിറ്റ് ആണ്. അതത്ര വലിയ കാര്യമൊന്നുമല്ല. നമുക്ക് അറിയേണ്ടത് എത്രയാണ് പേയബിൾ ആണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും, നമ്മളൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ അസറ്റ് പ്ലസ് ഈ അസറ്റ് എന്നുള്ള ഇൻട്രസ്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഈ എമൗണ്ടിന് ഈക്വൽ ആയിരിക്കണം. അത് കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയാണ് ഫോറിൻ കറൻസി റിസീവബിൾ ഡിവൈഡ് ബൈ 1 + 4x റേറ്റ്. പിന്നെ കുറച്ച് തിയറി സ്റ്റെപ്സ് ഉണ്ട്, അതൊന്നും നോക്കണ്ട. 1 by 1 ആയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. 6ഉം 7ഉം പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 എടുക്കൂ. ഞാനിത് അങ്ങോട്ട്. ABC Limited has exported goods to Japan for yen 5 lakh. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ABC ലിമിറ്റഡ് ജപ്പാനിലോട്ട് ഗുഡ്സ് കയറ്റി അയച്ചിട്ടുണ്ട്, സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെല്ല് ചെയ്യുമ്പോൾ ജപ്പാനീസ് ടീം അവർക്ക് എന്ത് കൊടുക്കും? ഇവരിപ്പോ റിസീവബിൾ ആണ്, സെല്ലാണ്, കടത്തിനാണ്. അപ്പൊ റിസീവബിൾ ആണ്. അപ്പോൾ ABC ലിമിറ്റഡിന് ഒരു റിസീവബിൾ ഉണ്ട്, ഡെബിറ്റ്. നമ്മൾ എൻട്രി പാസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ആ ജപ്പാനീസ് ടീം, ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പൊ ജപ്പാനീസ് ടീമിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവബിൾ ആണ്. റിസീവബിൾ എന്തിലാണ് റിസീവബിൾ ഉള്ളത്? ഫോറക്സിലാണ് റിസീവബിൾ ഉള്ളത്. അപ്പൊ ഫസ്റ്റ് വന്നു, ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്യാണ് ഫസ്റ്റ്. അപ്പൊ ഇവിടെ എന്തുണ്ട്? സെല്ലർ ആണ്, ഫോറക്സ് റിസീവബിൾ ഉണ്ട്. there is a forex receivable. there is a foreign currency അല്ലെങ്കിൽ ഫോറക്സ് റിസീവബിൾ. അപ്പൊ ഇത് അസറ്റ് ആണ്, ഫോറക്സ് റിസീവബിൾ അസറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് therefore create a forex payable. ഓപ്പോസിറ്റ് ആണ്, ഫോറക്സ് പേയബിൾ. ക്രിയേറ്റ് എ ഫോറക്സ് പേയബിൾ. അപ്പൊ ഫോറക്സ് പേയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഫോറക്സ് പേയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? ബോറോ, that is borrow in foreign currency, ഫോറിൻ കറൻസിയിൽ ബോറോ ചെയ്തിട്ട് and invest in home currency. Okay,
അപ്പോൾ നമുക്ക് എന്തറിയണം? ബോറോ ചെയ്യേണ്ട എമൗണ്ട് എത്രയെന്ന് അറിയണം. എമൗണ്ട് ഓഫ് ബോറോയിങ് ആണ്, ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഉള്ളത്? റിസീവബിൾ ആണ്. എത്ര നമുക്ക് റിസീവ് ചെയ്യാനുള്ളത് അത് നോക്കുക. അപ്പോൾ ഫോറിൻ കറൻസി റിസീവബിൾ, ഫോറക്സ് റിസീവബിൾ ഡിവൈഡഡ് ബൈ ഈ ബോറോ ചെയ്തതും അതിന്റെ ഇൻട്രസ്റ്റും ചേർത്തിട്ടാകുമ്പോൾ ഫോറക്സ് റിസീവബിളിന് ഈക്വൽ ആയിരിക്കണം. ഡിവൈഡഡ് ബൈ ഫോറക്സ് ബോറോയിങ് റേറ്റ്. ഇപ്പോൾ ഫോറക്സ് റിസീവബിൾ എൻ 500,000 ആയിരുന്നു, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഫോറക്സ് ബോറോയിങ് റേറ്റ്. ഇപ്പോൾ ഫോറക്സ് ഫോറിൻ കൺട്രിത്തെ ബോറോയിങ് റേറ്റ്, സോറി എത്ര? ഫോറിൻ കറൻസിത്തെ ബോറോയിങ് റേറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 9ഉം 8ഉം, ബോറോ ചെയ്യുമ്പോൾ 12ഉം 10ഉം. ഫോറിൻ കറൻസി ബോറോയിങ് റേറ്റ് ആണ് 12% എടുക്കണം. അപ്പോൾ 1 പ്ലസ് 12%. ഇനി എത്ര ബന്ധ? ഫുൾ ഇയർ ഒന്നുമില്ല, പീരീഡ് ഓഫ് 90 days. ഇപ്പം 90/360 അല്ലെങ്കിൽ 3/12. സോ ദിസ് ഈസ് ഈക്വൽ ടു എൻ 500,000 അല്ലെങ്കിൽ 5 lakh ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.12 ഇൻറ്റു 3/12 ചെയ്യുമ്പോൾ 0.03. So this is equal to n 500,000 by 1.03 equal to ഡിവൈഡ് ചെയ്ത് നോക്കുക. ഈക്വൽ ടു 485,436 equal to 4,85,436.89. എൻ തന്നെയാണ് എൻ. അപ്പോൾ ഇത് ബോറോ ചെയ്തു. ഇത് ഇനി എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇന്ത്യയിൽ 5. ഫോറിൻ കറൻസിയിൽ ബോറോ ചെയ്തിട്ട് ഇന്ത്യൻ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ, ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻ 4,85,436.89 ഇത് ഇന്ത്യൻ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. എപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തെടുക്കണം? സ്പോട്ട് റേറ്റ് എടുക്കണം. എത്ര സ്പോട്ട് റേറ്റ് ഉള്ളത്? 11.5% ആണ്. 11.5% ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ 11.5% എടുക്കുന്നത്? അപ്പൊ നമ്മളിത് ഹോം കറൻസിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? എൻ ഉണ്ട്. അത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എൻ ഉണ്ട്. യു ഹാവ് yen. നമുക്ക് എന്ത് വേണം? ഇന്ത്യൻ റുപ്പി വേണം. നിങ്ങളുടെ കയ്യിൽ എൻ ഉണ്ട്, ഫോറിൻ കറൻസി ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? എൻ വിറ്റിട്ട് അത് ഇന്ത്യൻ കറൻസിയാണ്. യു ഹാവ് yen. സോ യു ആർ സെല്ലിംഗ് yen. അപ്പൊ നമ്മൾ എൻ സെല്ല് ചെയ്യുമ്പോൾ എന്തെടുക്കണം? ഏത് റേറ്റ് എടുക്കണ്ടേ? നമ്മൾ എൻ ആണ് സെല്ല് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫോറക്സ് ഡീലർ ബൈ ആണ് ചെയ്യുന്നത്. അപ്പൊ ഏതെടുക്കേണ്ടത്? ബിഡ് ആണ്. ഫോറക്സ് ഡീലർ ബൈ ആ ചെയ്യുന്നത്. അപ്പൊ ബിഡ് റേറ്റ് എടുക്കണം. അപ്പോ സ്പോട്ട് നോക്കൂ, ബിഡ് 11.5. യു ആർ സെല്ലിംഗ്, നമ്മൾ സെല്ല് ചെയ്യുന്നു. ഫോറക്സ് ഡീലർ ബൈ ആണ്. ഫോറക്സ് ഡീലർ ബൈസ്. ഫോറക്സ് ഡീലർ ബൈ ചെയ്യുന്നതാണ് സ്പോട്ട് റേറ്റ്. ബി നാലയച്ചാൽ മതി. ബിഡ് കൺഫ്യൂഷൻ ആകുമ്പോൾ ബിഡ് എന്ന് പറഞ്ഞാൽ ഫോറക്സ് ഡീലർ ബൈസ് ആണ്. ബി ഫോർ ബൈ. നമ്മൾ സെല് ചെയ്യുന്നു, ഡീലർ ബൈ ചെയ്യുന്നു. സ്പോട്ട് റേറ്റ് 11.5. അപ്പോൾ ഈക്വൽ ടു ഇന്ത്യൻ റുപ്പിയിൽ വലിയൊരു എമൗണ്ട് കിട്ടും. മൾട്ടിപ്ലൈഡ് ബൈ 11.5 ഈക്വൽ ടു rupees 55,82,524
0.27. ഓക്കെ, ഇപ്പോൾ ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ കിട്ടി. ഇനി ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് കിട്ടും? എമൗണ്ട് റിസീവബിൾ ഓൺ മെച്യൂരിറ്റി. നമ്മൾ ഇൻവെസ്റ്റ് ആണ് ചെയ്തത്, അപ്പോൾ റിസീവ് ചെയ്യും നമുക്ക് വിത്ത് ഇൻട്രസ്റ്റ്. എമൗണ്ട് റിസീവബിൾ ഓൺ മെച്യൂരിറ്റി. എമൗണ്ട് റിസീവബിൾ ഓൺ മെച്യൂരിറ്റി ഈക്വൽ ടു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 5,82,524.27 ആണ്. വിത്ത് ഇൻട്രസ്റ്റ് ഇത് കിട്ടും. വിത്ത് ഇൻട്രസ്റ്റ് 55,82,524.27 ഇൻറ്റു ഇന്ത്യയിൽ നമ്മൾ എന്താ ചെയ്തത്? ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഡെപ്പോസിറ്റ് റേറ്റ് എത്രയാ? 8% ആണ്. ഇൻറ്റു 8%, ബട്ട് ഇത് 3 മാസത്തേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ 55 ഒക്കെ കോമൺ ആണ്. അപ്പോൾ 55 കോമൺ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പണ്ട് മാത്സിലൊക്കെ പഠിച്ച പോലെ 55,82,524.27 മൾട്ടിപ്ലിക്കേഷൻ ഇട്ടു. ഇവിടെ 1 ഉണ്ട്. 1 പ്ലസ് ഇതെന്താവാം? 1 പ്ലസ് 8% ഇൻറ്റു 3/12 ചെയ്യുമ്പോൾ 0.02. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് ഇത് രണ്ട് രീതിയിലും ചെയ്യാം. ആ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് 55,82,524 ആഡ് ചെയ്യാം. സമയം ലാഭിക്കാനുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞത്. 1.02 അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ കാണുക, ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 56,94,174.76 കിട്ടും. ഇന്ത്യൻ റുപ്പീസ് ആണ്. റുപ്പീസും എന്നും എഴുതാൻ മറക്കരുത്. ഫോറിൻ കറൻസിയിൽ ഏത് കറൻസി ആണെന്നുള്ള ഡിനോട്ട് ചെയ്ത് നിർബന്ധമാണ്. എക്സാം പർപ്പസിന് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഇവിടെ നിർബന്ധമാണ്, കാരണം നമ്മൾ അല്ലെങ്കിൽ തെറ്റിക്കും. അപ്പോൾ എമൗണ്ട് റിസീവബിൾ ഇൻ മെച്യൂരിറ്റി നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്രയുണ്ട്? 56,94,174.76 ഉണ്ട്. അത്രയും ഇന്ത്യൻ റുപ്പി നമ്മുടെ കയ്യിലുണ്ട്. ഇനി തീർന്നേ, ഇന്ത്യൻ റുപ്പി ഇപ്പൊ കയ്യിലുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ ഫോറിൻ കറൻസി റിസീവബിൾ റിസീവ് ചെയ്തു. റിസീവ്ഡ് ഫോറിൻ കറൻസി റിസീവബിൾ. റിസീവ് ഫോറിൻ കറൻസി റിസീവബിൾ. ആ 3 മാസം കഴിഞ്ഞു. ആഫ്റ്റർ 3 months. After 3 months, receive foreign currency receivable. എത്ര റിസീവ് ചെയ്യാനുള്ളത്? N 500,000. N 5 lakhs. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് ഒരു ഐറ്റം കൂടി ഉണ്ട്. ഫോറിൻ കറൻസി ലോൺ നമ്മൾ റീപേ ചെയ്യും. റീപേ ഫോറിൻ കറൻസി ലോൺ. റീപേ ഫോറക്സ് ലോൺ. നമ്മൾ മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഒരു ഫോറിൻ കറൻസി ലോൺ എടുത്തിട്ടുണ്ട്. എത്ര ഫോറിൻ കറൻസി ലോൺ എടുത്തത്? നമ്മൾ N 4,85,436.89 ബോറോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് തിരിച്ചടക്കണം. നമ്മൾ ഇന്ത്യയിലുള്ള ഇതാണ് കിട്ടിയത്, നമ്മൾക്ക് ഇനി അത് തിരിച്ചടക്കണം. റീപേ ഫോറക്സ് ലോൺ എത്ര റീപേ ചെയ്യേണ്ടത്? 4,85,436. 4,85,436.89 principal plus interest 4,85,436.89 into അവിടുത്തെ റേറ്റ് borrowing N 12% into 3/12. അപ്പോൾ ഇത് 4,85,436.89 plus 4,85,436.89 into 0.03 ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയുന്നതിന് പകരം ഞാൻ ഈസി ആയിട്ടൊരു മാർഗം ചെയ്യുന്നു. ഇവിടെ രണ്ടിലും എന്തുണ്ട്? ഈ പറയുന്ന ആളുണ്ട്. ബ്രാക്കറ്റ് ഇട്ടു. ഇപ്പോൾ 1. ഇപ്പോൾ 4,85,000 പ്ലസ് 0.03. അപ്പോൾ 4,85,000. ഇല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, ആഡ് ചെയ്താൽ മതി. MRC M+ ഒക്കെ ഇട്ടിട്ട് ഒരു കുഴപ്പമില്ല. equal to 4,99,99,999 equal to 5 lakh yen ആണ്. അപ്പോൾ അത് സെറ്റിൽ ചെയ്തു.
അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ നെറ്റ് എത്രയുണ്ട്? ഒരു ഇന്ത്യൻ കറൻസി കയ്യിലുണ്ട്, അത് നമ്മൾ സെറ്റിൽ ചെയ്തു, ഇത് സെറ്റിൽ ചെയ്തു, ഫോറിൻ കറൻസി ലോണൊക്കെ വാങ്ങിച്ചു, അതൊക്കെ സെറ്റിൽ ചെയ്തു. അപ്പൊ ഇനി ശ്രദ്ധിക്കാം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ABC Limited exported goods to Japan for yen 5 lakh and credit period allowed is 90 days. Suppose that rupee is appreciating against yen and company is looking for alternative to hedge risk due to low in value. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഹെഡ്ജ് ചെയ്യാം. ഒന്ന് മണി മാർക്കറ്റിൽ ഹെഡ്ജ് ചെയ്യാം. ഇപ്പൊ ചെയ്തതാണ് മണി മാർക്കറ്റ് ഹെഡ്ജ്. ഇപ്പൊ ചെയ്തതാണ് നമ്മൾ എന്ത് ചെയ്തു? മണി മാർക്കറ്റ് ഹെഡ്ജ് ചെയ്തു. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്ത ഓപ്ഷൻ ആണ് ഹെഡ്ജിങ് ത്രൂ മണി മാർക്കറ്റ്, ഇൻട്രസ്റ്റ് ഒക്കെ എടുത്തിട്ടുള്ളത്, ഹെഡ്ജിങ് ത്രൂ മണി മാർക്കറ്റ്. ഇനി ഹെഡ്ജിങ് ത്രൂ മണി മാർക്കറ്റ് അല്ലാത്ത ഒരു രീതിയും കൂടി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അതെല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെ ആയിരിക്കും, അതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 3 monthsന്റെ ഫോർവേഡ് റേറ്റ് തന്നിട്ടുണ്ട്. 3 monthsന്റെ ഫോർവേഡ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തിലോട്ടും എൻട്രി ചെയ്യാം, എൻട്രി ചെയ്യാം. ഒരു ഫോർവേഡിലോട്ട് എൻട്രി ചെയ്തിട്ടും നമുക്ക് ഹെഡ്ജ് ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർവേഡ് റേറ്റ് മാർക്കറ്റിൽ ഇത് ഹെഡ്ജ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഹെഡ്ജിങ് ത്രൂ ഫോർവേഡ് മാർക്കറ്റ്, ഹെഡ്ജ് ത്രൂ ഫോർവേഡ് മാർക്കറ്റ്. ഹെഡ്ജ് ത്രൂ ഫോർവേഡ് മാർക്കറ്റ്. അപ്പൊ നമുക്ക് എത്ര കിട്ടാനുള്ളത്? യെന്ന് കിട്ടാനുള്ളത് 5 lakh യെന്ന് കിട്ടാനുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ബൈ ആയിരിക്കും, അപ്പുറത്തെ ആള് സെല് ചെയ്യുന്നു, നമ്മൾ സെല് ചെയ്യുന്നു, ഫോറക്സ് ഡീലർ ബൈ ചെയ്യുന്നു. അപ്പൊ 3 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വരും? 5 lakh യെന്ന് വരും. അപ്പൊ 5 lakh യെന്ന് വരുമ്പോ നമ്മൾ യെന്ന് സെല് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യൻ കറൻസി ആക്കും. യെന്ന് സെല്ല് ചെയ്യുന്നു, നമ്മൾ യെന്ന് സെല്ല് ചെയ്യുന്നു. അപ്പൊ 3 months കഴിഞ്ഞിട്ട് ഫോറക്സ് ഡീലർ ബൈ ചെയ്യും. അപ്പൊ ഫോറക്സ് ഡീലർ ബൈ ആണ് ചെയ്യുന്നത്, ബി ആണ്, അപ്പൊ ബിഡ്. അപ്പൊ 3 months കഴിഞ്ഞിട്ടുള്ള ബിഡ് റേറ്റിൽ ഇപ്പൊ തന്നെ നമ്മൾ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യും. എത്രയാ ഫോർവേഡ് കോൺട്രാക്ട്? 11.2. സോ 5 lakh into 11.2. അപ്പൊ നമുക്ക് എത്ര ഇന്ത്യൻ കറൻസി കിട്ടും? 5 lakh into 11.2. നമ്മുടെ ഇന്ത്യൻ കറൻസി 56 lakh ആണ്. 56 lakhs ആണ് ഇന്ത്യൻ കറൻസി റുപ്പീസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഫോർവേഡ് മാർക്കറ്റിലൂടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ കറൻസി റുപ്പീസ് 56 lakh കയ്യിൽ കിട്ടും. മണി മാർക്കറ്റ് ഹെഡ്ജിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 56,94,174 കിട്ടും. അപ്പോൾ ഏതാ കൂടുതൽ കിട്ടുന്നത്? മണി മാർക്കറ്റ് ഹെഡ്ജിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മണി മാർക്കറ്റ് ഹെഡ്ജ് ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കൺക്ലൂഷൻ ചെയ്യുന്നു, ആൾട്ടർനേറ്റീവ്സ് പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. കൺക്ലൂഷൻ, ഇപ്പോൾ എമൗണ്ട് റിസീവ്ഡ് ഓർ റിസീവബിൾ എന്നൊക്കെ പറയാം. എമൗണ്ട് റിസീവബിൾ മണി മാർക്കറ്റ് ഹെഡ്ജില് 56,94,175 പോയിന്റ് സംതിങ് ആണ്. അത് ഫോർവേഡ് മാർക്കറ്റിൽ ഹെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 56 lakh കിട്ടുള്ളൂ. Therefore ഏത് ചൂസ് ചെയ്യണം? Therefore select money market hedging. Select money market hedging. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്ന് വൃത്തിയിലിരുന്ന് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതങ്ങനെ ആ പോയിന്റ്സ് മനസ്സിലാക്കുക, ചെയ്യുക. ലോജിക്കലാണ് കംപ്ലീറ്റ്. ഫോർമുലയൊക്കെ കുറച്ചുണ്ട്, പക്ഷെ അധികം ലോജിക്കലാണ്. ആ ലോജിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പതുക്കെ അങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന അതേ സ്റ്റെപ്പ് ഇട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ ലോജിക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ലോജിക്ക്, നമുക്ക് ഫോറിൻ കറൻസിയിൽ പേയബിൾ ഉണ്ടെങ്കിൽ നമ്മളൊരു ഫോറിൻ കറൻസി റിസീവബിൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഫോറിൻ കറൻസി റിസീവബിൾ ഉണ്ടെങ്കിൽ ഫോറിൻ കറൻസി പേയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഫോറിൻ കറൻസി റിസീവബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം, ഓപ്പോസിറ്റ്. അതും ഫോറിൻ കറൻസി പേയബിൾ ക്രിയേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസിയിൽ നമ്മൾ പേയബിൾ ആണ് ബോറോ ചെയ്യണം.
എന്നിട്ട് ആ ബോറോ ചെയ്ത എമൗണ്ട്, ആ എമൗണ്ട് ബോറോ ചെയ്തത് എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ബോറോ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോറിൻ കറൻസി ഷുഡ് ബി ഈക്വൽ ടു നമ്മുടെ പേയബിൾ പ്രിൻസിപ്പൽ പ്ലസ് റീപേയ്മെന്റ്. അപ്പൊ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. പേയബിൾ ആണെങ്കിൽ എത്ര ബോറോ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസീവബിൾ ഡിവൈഡ് ബൈ 1 പ്ലസ് ബോറോയിങ് റേറ്റ് എടുത്താൽ മതി. അത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് എമൗണ്ട്. അപ്പോൾ 1 പ്രിൻസിപ്പൽ ആണ് പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റ് എമൗണ്ട്. അപ്പോൾ 1.03 എത്രയെങ്കിലും കിട്ടും ടോട്ടൽ അടയ്ക്കേണ്ടത്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഫോറിൻ കറൻസി റിസീവബിൾ. അപ്പൊ നമ്മൾ ഫോറിൻ കറൻസി റിസീവബിൾ ആയപ്പോൾ ഫോറിൻ കറൻസിയിൽ പേയബിൾ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോൺ എടുത്തു. ആ ലോൺ എടുത്തത് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ നമുക്കൊരു പൈസ കിട്ടും, അതവിടെ കണ്ടുവയ്ക്കുക. പിന്നെ എന്ത് ചെയ്യാം? ഇനി അതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ നേരെ മണി മാർക്കറ്റിലോട്ട് ഹെഡ്ജ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന്റെ ഫോർവേഡ് റേറ്റ് എടുക്കുക. 5 lakh ഇൻറ്റു റിസീവബിൾ, അതിന്റെ ഫോർവേഡ് റേറ്റ്. ഇതിൽ ഏതാണോ കൂടുതൽ അതെടുക്കും, കാരണം റിസീവബിൾ ആണ്. ഏതാണോ കൂടുതൽ അതായിരിക്കും നമുക്ക് ബെനിഫിറ്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. അത് ഫോറിൻ കറൻസി. ഇപ്പൊ നമ്മൾ ചെയ്തത് ഫോറിൻ കറൻസി റിസീവബിൾ ആണ്. ഇനി ചെയ്യാൻ പോകുന്നത് ഫോറിൻ കറൻസി പേയബിൾ ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 7 എടുക്കും. Okay, question number 7. ABC Limited is a subsidiary of Japanese company in India. Procure most of its products from Japan. The payment term for Indian importer is 180 days. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? Procure most of its products from Japan. ജപ്പാൻ എന്നാണ് നമ്മളുടെ അധിക പ്രൊഡക്റ്റും പ്രൊക്യൂർ ചെയ്യുന്നത്, എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പൊ ജപ്പാനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയർ വരും. സപ്ലയർ വരുന്നത് പേയബിൾ ആയിരിക്കും. ഡെബിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് പേയബിൾ ആണ്. നമുക്ക് എന്തുണ്ട്? ഒരു ഫോറിൻ കറൻസി പേയബിൾ ഉണ്ട്. ക്വസ്റ്റ്യൻ ഒന്നും വായിക്കുന്നില്ല, ഇപ്പൊ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോറിൻ കറൻസി പേയബിൾ ഉണ്ട് നമുക്ക്. അപ്പൊ എന്തുണ്ട്? ഫോറിൻ കറൻസി പേയബിൾ. ഞാൻ കുറച്ച് ലൈന് വിടുന്നുണ്ട്. There is a forex payable. There is a forex payable. അപ്പൊ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് പൊസിഷൻ എടുക്കണം. ക്രിയേറ്റ് എ ഫോറക്സ് അസെറ്റ്. ക്രിയേറ്റ് എ ഫോറക്സ് അസെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെപ്പോസിറ്റ് ചെയ്യണം. പൈസ ബോറോ ചെയ്യല്ല, ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തറിയണം? എത്ര ഡെപ്പോസിറ്റ് ചെയ്യണം? എമൗണ്ട് ടു ബി ഡെപ്പോസിറ്റഡ്. എമൗണ്ട് ടു ബി ഡെപ്പോസിറ്റഡ്. അപ്പോൾ എമൗണ്ട് ടു ബി ഡെപ്പോസിറ്റഡ് ആണ്. എന്തിനാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? നമ്മൾ ബോറോവൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോറോവൽ എമൗണ്ട് ഫോറിൻ കറൻസി പേയബിൾ, ഫോറക്സ് പേയബിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഫോറക്സ് പേയബിളിന് ഈക്വൽ ആയിരിക്കണം. സോ 1 പ്രിൻസിപ്പിൾ ആണ് പ്ലസ് ഫോറക്സ് ഡെപ്പോസിറ്റ് റേറ്റ്. ഡെപ്പോസിറ്റ് റേറ്റ്. ഓക്കെ, ഇനി ഫോറക്സ് പേയബിൾ എത്ര ഉണ്ട് നോക്കുന്നു. ABC Limited want to hedge against yen payment of 8.5 million. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പൊ 8.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8.5 into 10 lakh. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 85 lakh കിട്ടി. ഫോറക്സ് പേയബിൾ yen 85 lakh ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഫോറക്സ് ഡെപ്പോസിറ്റ് റേറ്റ് ആണ്. ഫോറിൻ കറൻസിയിലെ ഡെപ്പോസിറ്റ് റേറ്റ് 180 yen ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് തന്നിട്ടുണ്ട്. എത്രയാ? 1.5%. 1.5. So plus 1.5 ആണോ 1.15 ആണോ? 1.5% into എത്ര പീരിയഡ് ആണ്? 180 days ആണ്. 180 days ആണ്. അപ്പോൾ 180 days ആകുമ്പോൾ ഇൻറ്റു 180/360 ചെയ്യാം, അല്ലെങ്കിൽ 6/12 ചെയ്യാം. എന്താണെങ്കിലും 180/360 ആവാം, അല്ലെങ്കിൽ 6/12 ചെയ്താലും ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ 1.5% ആണ് ഡിവൈഡഡ് ബൈ ഇൻറ്റു 50 അല്ലെങ്കിൽ 2, 180/360. അപ്പോൾ ഇൻറ്റു 0.5. അപ്പോൾ 85 lakhs
plus 1 plus 0.0075 വരും. So 85 lakh divided by 1.0075 equal to 84 36 724 എന്ന് പറഞ്ഞാൽ 84 lakh 36,724.55 56 or 57. ഓക്കെ, ജസ്റ്റ് ഒരു മിനിറ്റ്, എൻ്റെ ചാർജർ ഒന്ന് ചാർജ് ചെയ്യട്ടെ. ഓക്കെ, 84,36,724.57 എന്ന കിട്ടിയത്, കിട്ടി. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? എമൗണ്ട് ടു ബി ഡെപ്പോസിറ്റഡ് ആണ്. എവിടെ? ഫോറിൻ കറൻസിയിൽ. അപ്പൊ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്ത്യയിൽ നിന്ന് ബോറോ ചെയ്യും. ഓക്കെ, ഇനി ഇന്ത്യയിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്യണം. അപ്പൊ ബോറോ ഇൻ ഇന്ത്യ. അപ്പൊ ബോറോ ഇൻ ഇന്ത്യ. അപ്പോൾ എമൗണ്ട് ടു ബി ഡെപ്പോസിറ്റഡ് കിട്ടി. ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ബോറോ ചെയ്യണം. ഫോർത്ത് വൺ, ബോറോ ഫ്രം ഇന്ത്യ. ബോറോ ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ബോറോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് ചെയ്യേണ്ടത്? എത്രയാണ് ബോറോ ചെയ്യേണ്ടത്? അപ്പോൾ ബോറോ ചെയ്യേണ്ടത് നമുക്ക് ഈ 84,36,724.5 എന്ന് കിട്ടുന്ന രീതിയിലാവണം നമ്മൾ ബോറോ ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ കൺവേർട്ട് 84,36,724.57 എന്ന് കൺവേർട്ട് ചെയ്യണം ടു INR. അപ്പൊ അത് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഏത് റേറ്റ് എടുക്കണം എന്നുള്ളതാണ്. നമുക്ക് ജാപ്പാനീസ് എത്രയാണ് പെർ INR ആണ് അറിയേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിൽ എന്താ തന്നിരിക്കുന്നത്? USD ബൈ ജാപ്പാനീസിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ USD ബൈ INR തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് ജാപ്പാനീസ് പെർ INR ആണ്. നമുക്ക് വേണ്ടത് എത്രയാണ് റുപ്പീസിൽ ഉള്ളത് എന്നാണ്. അപ്പൊ ഞാനിവിടെ എഴുതുന്നുണ്ട്. നമുക്ക് വേണ്ടത്, അപ്പൊ വേറെ രീതിയിൽ പറഞ്ഞാൽ റുപ്പീസ് പെർ yen എത്രയെന്നാണ് വേണ്ടത്. പക്ഷെ അവിടെ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് വേണ്ടത് റുപ്പീസ് പെർ yen ആണ്. അപ്പൊ റുപ്പീസ് ബൈ yen കിട്ടണം. അപ്പൊ ഇവിടെ റുപ്പീസ് ഉണ്ട്, RS റുപ്പിയാണ്, മൾട്ടിപ്ലൈഡ് ബൈ ഇവിടെ yen ഉണ്ട്. അപ്പോഴാണ് ഇത് റുപ്പീസ് ബൈ yen ആവുക. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ജപ്പാനീസും INR അല്ലാതെ തന്നിരിക്കുന്ന ഐറ്റം ഏതാ? ഡോളർ ആണ്. ഡിവൈഡഡ് ബൈ ഡോളർ. ക്ലിയർ? അപ്പോ ഇനി ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഏത് തന്നിട്ടുണ്ട്? നമുക്ക് ഡോളർ ബൈ yen തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെ വേണമെങ്കിലും തരാം. അപ്പൊ നമ്മളിപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒന്ന്, ഇത് ഓപ്പോസിറ്റ് എടുക്കേണ്ടി വരും, എങ്കിലേ ഇത് ശരിയാവുള്ളൂ. അപ്പൊ ബേസിക്കലി ഒന്നെങ്കിൽ 120.6 ഇൻറ്റു 1/47.75 ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചെയ്യാം. 1/47.75 ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലൈഡ് ബൈ 120. ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്യുന്നത് 47.75 ഇൻറ്റു 1/120.6 എടുക്കുന്നു. അപ്പൊ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? റുപ്പിയിൽ കിട്ടണം. അപ്പോൾ 147.75 മൾട്ടിപ്ലൈ ബൈ 120/6 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ ഈക്വൽ ടു 47.75 ഡിവൈഡഡ് ബൈ
120.6 equal to 0.3959 equal to 0.3959. 0.3959. ഓക്കെ, അപ്പൊ നമുക്ക് ആ വാല്യൂ കിട്ടി 0.3959. അപ്പൊ ഇവിടെ ഞാനത് ചെയ്യുന്നു. 84,36,724.57 multiplied by 0.3959 equal to 84,36,724.57 into 0.3959 equal to rupees 33,40,099.25. ഇനി എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. Borrow from India. So amount payable at maturity. Borrow ചെയ്തിരിക്കുകയാണ്. Amount payable at maturity. Amount payable at maturity equal to 33,400,099.25 plus ഇതിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പ്ലസ് 33,40,099.25. ഇന്ത്യയിലാണ് നമ്മൾ ഇത് ബോറോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ബോറോയിങ് റേറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ബോറോയിങ് റേറ്റ് 180 റുപ്പി ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് ഇവിടെയുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊന്ന് കറക്റ്റ് ആക്കണേ. ഇത് 8 ആണ്, പ്രിന്റിംഗ് എറർ ആണ്. അപ്പോൾ രണ്ടും ഇൻവെസ്റ്റ്മെന്റ് റേറ്റാണ് തന്നിരിക്കുന്നത്. ബോറോവൽ എന്താ? ബോറോവൽ വേറൊരു രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. 12% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ 12% ആണ് നമ്മുടെ ബോറോവൽ റേറ്റ്. ഇൻറ്റു 12% ഇൻറ്റു 180/360. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? 33,40,099.25 multiply by 1, 12% into 5, 0.06 ആയിട്ട് മാറും. 1.06. So multiplied by 1.06 equal to rupees 35,40,505.21. ഓക്കെ, ഇത് മതി. മറ്റേതൊക്കെ അപ്പുറത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ടും എമൗണ്ട് സെയിം ആയിട്ട് പോകും. ഇപ്പോൾ എമൗണ്ട് പേയബിൾ ഇൻ ഇന്ത്യൻ റുപ്പി എത്രയാണ് നോക്കുക. അപ്പുറത്ത് റിസീവബിൾ ഇൻ ഇന്ത്യൻ റുപ്പി 35,40,505.21. ഓക്കെ, ഇത് കിട്ടി. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. മറ്റേത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞതിൽ അതെങ്ങനെ സംഭവിക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫുൾ എഴുതിയതാണ്. ഇനി നമ്മൾ എന്ത് നോക്കണം? ഫോർവേഡിൽ നമ്മൾ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ അവസ്ഥ? ഹെഡ്ജിങ് ത്രൂ, ഇപ്പൊ നമ്മൾ ചെയ്തത് മണി മാർക്കറ്റ് ആണ്. ഹെഡ്ജിങ് ത്രൂ ഫോർവേഡ്. ഹെഡ്ജിങ് ത്രൂ ഫോർവേഡ്. അപ്പൊ നമുക്ക് എത്ര എണ്ണ കിട്ടുന്നത്, കൊടുക്കേണ്ടത് 85 lakh ആണ്. അപ്പൊ അത് കൊടുക്കേണ്ട സമയത്ത് 6 months ആണ്. എത്രയാണ് ഫോർവേഡ് റേറ്റ് തന്നിട്ടുണ്ട്? ഫോർവേഡ് റേറ്റ് 0.41666 multiplied by 0.41666 equal to, അപ്പോൾ 85 lakh multiplied by 0.41666 equal to 35,41,100. ഓക്കെ, ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാൻ പോവാണ്. ഇപ്പൊ ഇതും ചെയ്തു, മണി മാർക്കറ്റ് ഹെഡ്ജും ചെയ്തു. ഇനി ഇപ്പൊ മണി മാർക്കറ്റ് ഹെഡ്ജ് ചെയ്തു, ഫോർവേഡിൽ ഹെഡ്ജ് ചെയ്തു. ഇനി ആ ക്വസ്റ്റ്യൻ വായിക്കാണ്. ക്വസ്റ്റ്യൻ ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. ABC Limited want to hedge against yen payment of 8.5 million Japanese payment ആണ്. Options are not available for rupee. Okay. Currency agent will charge 4.85% as fee for currency conversion at spot rate. Using the following data suggest hedging strategy. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കറൻസി ആയിട്ടുള്ള ആള് എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതും കൂടി നോക്കുകയാണ് നമ്മൾ.
കറൻസി കൺവേർഷൻ. ഇപ്പൊ ഒരു കറൻസി ഏജന്റ് ത്രൂ നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പൊ മണി മാർക്കറ്റ് നമ്മൾ പറഞ്ഞു, പിന്നെ ഹെഡ്ജിങ് ത്രൂ ഫോർവേഡ് പറഞ്ഞു, ഇവിടെ കറൻസി ഏജന്റിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കറൻസി ഏജന്റും കൂടി ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ എത്രയാന്നുള്ളത് നോക്കുന്നു. കറൻസി ഏജന്റ് കൂടി ഇൻവോൾവ് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് എത്ര എമൗണ്ട് പേയബിൾ ഉള്ളത്? എമൗണ്ട് പേയബിൾ മണി മാർക്കറ്റ് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്, ഫോർവേഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ട്, അതല്ല ഏജന്റ് പറയുന്നു ഞാൻ സഹായിക്കാം. അപ്പൊ നമുക്ക് വേണ്ടത് പേയബിൾ ചെയ്യേണ്ടത് N85 lakhs ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ പേയബിൾ ഇൻ ഇന്ത്യൻ റുപ്പി ഇൻ INR, പേയബിൾ ഇൻ INR സ്പോട്ട് റേറ്റ്, പേയബിൾ ഇൻ INR ഇപ്പൊ നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? 85 lakh ഇൻറ്റു നമ്മൾ INR കൺവേർട്ട് ചെയ്തിട്ടുണ്ട് 0.3959 കൺവേർഷൻ റേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 85 lakh ഇൻറ്റു 0.3959 ഈക്വൽ ടു 33 lakh INR ഇന്ത്യൻ റുപ്പി 33 lakh 65 33 lakh 65 150 point something. ഓക്കെ, ഇനി ഏജന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഏജന്റ് പറയുന്നത് ഓപ്ഷൻസ് കറൻസി ഏജന്റ് വിൽ ചാർജ് 4.85 ഫീസ് ഫോർ കറൻസി അറ്റ് സ്പോട്ട് റേറ്റ്. അപ്പൊ ഇയാള് പറയുന്നു ഞാൻ എത്ര ചാർജ് ചെയ്യും? 4.85 ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോ ഏജന്റ് പറയുന്നത് ഞാൻ 4.85 ചാർജ് ചെയ്യും. അപ്പൊ അത് കണ്ടുപിടിക്കുന്നു. ഏജന്റ്സ് ഫീ agents fee 3365 150 multiply by 4.85%. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഏജന്റ് ചാർജ് ചെയ്യുന്നത് എന്ത് മാത്രമായിരിക്കില്ല? കൺവേർഷൻ അറ്റ് സ്പോട്ട് റേറ്റ് മാത്രമായിരിക്കില്ല. ഒരു കാര്യം കൂടിയും ഏജന്റ് ചാർജ് ചെയ്യും. 6 months കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രസ്റ്റിന്റെ എമൗണ്ടും കൂടിയും പേയബിൾ ഉണ്ടാവും. സോ പ്ലസ് ഇൻട്രസ്റ്റ് പേയബിൾ പ്ലസ് ഇൻട്രസ്റ്റ് പേയബിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി 33 lakh 65 150 മൾട്ടിപ്ലൈ ബൈ 4.85%. പിന്നെ എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതിന്റെ എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് ആണ്. എത്ര ഇൻട്രസ്റ്റ്? ഇന്ത്യയിൽ 12 ആണ്, 6 months ആണ്. അപ്പോൾ 1.06 ആണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഏജന്റ് നമുക്ക് ഇപ്പൊ തന്നെയാണ് തരുന്നത്, പക്ഷെ 6 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇൻട്രസ്റ്റും കൂടി വരും. 3365 150 into 4.85% into 1.06 equal to 17 lakh 17 അല്ല 1,73,002. But total amount, therefore total amount payable equal to 33 lakh 65 150 plus 1,73,002 equal to 35 lakh 38 150. ഈ ഇൻട്രസ്റ്റ് പേയബിൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക, അവിടെയാണ് പലപ്പോഴും തെറ്റിക്കാറുള്ളത്. അപ്പൊ ഇനി നമ്മൾ കൺക്ലൂഷൻ ചെയ്യാണ്. 3 ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓപ്ഷൻ നമ്പർ 1 മണി മാർക്കറ്റ് ഹെഡ്ജ്, ഓപ്ഷൻ നമ്പർ 2 ഫോർവേഡിലെ, ഓപ്ഷൻ നമ്പർ 3 കറൻസി ഡീലർ ത്രൂ, കറൻസി ഏജന്റ് ത്രൂ ചെയ്യുകയാണെങ്കിൽ. മണി മാർക്കറ്റ് ഹെഡ്ജ് 35 lakh 40 505 35 lakh 40 505 പോയിന്റ് സംതിങ് ഉണ്ട്. നമ്മൾ ഫോർവേഡിൽ ചെയ്യുകയാണെങ്കിൽ 35 lakh 4100 ആണ്. ഇതെല്ലാം എന്താ? പേയബിൾ ആണ്.
ലയബിലിറ്റി ആണ്, പേയബിൾ. ആൻഡ് കറൻസി ഏജന്റ് ത്രൂ ചെയ്യുകയാണെങ്കിൽ 35, 38, 152. അപ്പൊ ഏതാ ചൂസ് ചെയ്യുക? ഏറ്റവും കുറവുള്ളത്. ഏറ്റവും കുറവ് ആരുടെയാ? 35,40,000 ആണ് നമ്മുടെ മണി മാർക്കറ്റ് ഹെഡ്ജ്. 3541 ആണ് ഫോർവേഡ് റേറ്റ്. അപ്പൊ അതെന്താണെങ്കിലും ചെയ്യില്ല. പിന്നെ കറൻസി ഏജന്റ് നോക്കുമ്പോൾ ആൾ അതിലേറെ കുറവാണ്. അപ്പൊ 35,38,150 ആണ്. അപ്പൊ എന്ത് ചെയ്യും? യൂസ് ക്യാഷ് ഔട്ട്ഫ്ലോ ലോവസ്റ്റ് ആണ്. അപ്പോൾ ഓഫർ ഓഫ് കമ്മീഷൻ ഏജന്റ്. കൺക്ലൂഷൻ, ടേക്ക് ഓഫർ ഓഫ് കമ്മീഷൻ ഏജന്റ് അല്ലെങ്കിൽ ഹെഡ് ത്രൂ കറൻസി ഏജന്റ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുന്നു. Question number 8. The following information is given. Rupees per dollar. Rupees per dollar ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഡയറക്റ്റ് കോട്ട് ആണോ ഇൻഡയറക്റ്റ് കോട്ട് ആണോ? ഡയറക്റ്റ് കോട്ട് തന്നിട്ടുണ്ട്. എന്താ റുപ്പീസ് പെർ ഡോളർ എന്ന് പറഞ്ഞാൽ? ഹോം കറൻസിയിൽ പറയുന്നതാണ്. നമ്പർ ഓഫ് ഹോം കറൻസി, നമ്പർ ഓഫ് ഹോം കറൻസി, സാധാരണ നമ്മൾ പറയുന്ന ഐറ്റം, നമ്പർ ഓഫ് ഹോം കറൻസി ഇൻ 1 യൂണിറ്റ് ഓഫ് ഫോറക്സ്, ഫോറിൻ കറൻസി. അപ്പോൾ $1 ഈക്വൽ ടു 66 രൂപ. അത് ഡയറക്റ്റ് കോട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബൈ വാട്ട് പെർസെൻറ്റേജ്? ഇപ്പോൾ സ്പോട്ട് റേറ്റ് 66 ആണ്. BA ആണ്, ബിഡ് ആസ്ക്. 3 months ഫോർവേഡ് 67 ആയിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ബൈ വാട്ട് പെർസെൻറ്റേജ് ഹാസ് ഡോളർ കറൻസി ചേഞ്ച്ഡ്? ഇൻഡിക്കേറ്റ് ദ നേച്ചർ ഓഫ് ചേഞ്ച്. ആൻസർ വിത്ത് റെഫറൻസ് ടു ആസ്ക് റേറ്റ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ആസ്ക് റേറ്റ്. അപ്പൊ ഇതിൽ ഏത് ആസ്ക് റേറ്റ്? ഈ പറയുന്ന ഐറ്റം ആണ് ആസ്ക് റേറ്റ്. അപ്പൊ എന്റെ നോട്ടില് ഞാൻ ഇതെന്താ ചോദിക്കുന്നത്? എത്രയാണ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്രീസിയേഷൻ ആണോ ചെയ്തിരിക്കുന്നത്, ഡിപ്രീസിയേഷൻ ആണോ ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് മുകളിലോട്ട് പോകുന്നു. തിയറി പാർട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്റെ നോട്ടില്. എങ്ങനെയാണ് അപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാ computation of annualized appreciation or depreciation when rate is available in direct quote. ഡയറക്റ്റ് കോട്ട് ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്തായിരുന്നു? ഡയറക്റ്റ് കോട്ട് ആണ്. അപ്പൊ എങ്ങനെ ആനലൈസ്ഡ് അപ്രീസിയേഷൻ കണ്ടുപിടിക്കുക? ഫോർവേഡ് മൈനസ് സ്പോട്ട് ഡിവൈഡഡ് ബൈ സ്പോട്ട് ഇൻടു ഒന്നുകിൽ 365 ബൈ ഡേയ്സ് അടിക്കാം, അല്ലെങ്കിൽ 12 ബൈ മന്ത്സ് അടിക്കാം. അപ്പൊ ഇത് നമ്മുടെ എന്തായിരുന്നു? ഡയറക്റ്റ് കോട്ടാണ് തന്നിരിക്കുന്നത്. ഫോർമുല ഞാൻ ഇവിടെ എഴുതിക്കുന്നുണ്ട്. ഡയറക്റ്റ് കോട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേസിൽ ഡയറക്റ്റ് കോട്ടാണ്. അപ്പൊ അതിന്റെ കേസിൽ അതും ഏതാ ചോദിക്കുന്നത്? ആസ്കിന്റെ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു ഫോർവേഡ് റേറ്റ്. ആസ്കിന്റെ ഫോർവേഡ് റേറ്റ് എത്രയാ? ആസ്കിന്റെ ഫോർവേഡ് റേറ്റ് 67.50. 67.50. ആസ്കിന്റെ സ്പോട്ട് റേറ്റ് എത്രയാ? 66.25 ഡിവൈഡഡ് ബൈ സ്പോട്ട് 66.25 മൾട്ടിപ്ലൈ ബൈ 100 മൾട്ടിപ്ലൈഡ് ബൈ ഏത് വെച്ച് എടുത്തോളൂ. ഞാൻ 12 മന്ത് എടുക്കുന്നുണ്ട്. 12 ഡിവൈഡഡ് ബൈ, ഇപ്പൊ മന്ത് എടുക്കണം. എത്ര മന്ത്? 3 മന്ത്. 12 by 3. So equal to 67.5 minus 66.25
divided by 66.25 into 100 into 12 by 3 equal to 7.547. ഇപ്പോൾ 7.55% ആണ്. പോസിറ്റീവ് ആണ് വന്നാൽ അതെന്താ? അപ്രീസിയേഷൻ ആണ്. പോസിറ്റീവ് വന്നാൽ അപ്രീസിയേഷൻ ആണ്. ഇപ്പൊ ഫസ്റ്റ് വൺ കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബൈ വാട്ട് പെർസെൻറ്റേജ് റുപ്പി ഹാസ് ചേഞ്ച്ഡ്. ഇപ്പൊ റുപ്പി എത്രയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഡിക്കേറ്റ് നേച്ചർ ഓഫ് ചേഞ്ച് വിത്ത് റെഫറൻസ് ടു ബിഡ് റേറ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, റുപ്പി ചേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇത് എന്തായിട്ട് മാറും? ഇൻഡയറക്റ്റ് കോട്ടായിട്ട് മാറും. കാരണം നമ്മൾ ഇത് ഡയറക്റ്റ് കോട്ടാണ്, ഡോളറിന്റെ വാല്യൂ ആണ്. നമ്മളോട് ചോദിക്കുന്നത് റുപ്പി എത്രയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. റുപ്പി 66ഉം 67 എടുക്കരുത്. കാരണം നമ്മൾ എന്തിന്റെ ബേസിലാണ് പറയുന്നത്? ഫോറിൻ കറൻസിയുടെ ബേസിലാണ് പറയുന്നത്. അപ്പോൾ $1 ഈക്വൽ ടു റുപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോം കറൻസിയുടെ ബേസിലാണ് പറയുന്നത്. അതെന്തായിട്ട് മാറും? നമ്മുടെ ആൻസറിൽ ഇത് ഡയറക്റ്റ് കോട്ടാണ്. പക്ഷെ നമുക്ക് ഇനി എന്ത് വേണം? ഓപ്പോസിറ്റ് ആണ് വേണ്ടത്. ഓപ്പോസിറ്റ് ആകുമ്പോൾ എന്തായിട്ട് മാറും? ബിഡ് ആയിട്ട് മാറും. സോറി, എന്തായിട്ട് മാറും? ഇൻഡയറക്റ്റ് കോട്ടായിട്ട് മാറും. അപ്പൊ നമ്മൾ ഇതിന്റെയൊക്കെ ഇൻഡയറക്റ്റ് കോട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇൻഡയറക്റ്റ് കോട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് കോട്ട് എങ്ങനെ ഇൻഡയറക്റ്റ് കോട്ട് കണ്ടുപിടിക്കുക? 1 ബൈ നമുക്ക് ബിഡ് മതി. 1/66ഉം 1/67ഉം. അപ്പൊ 1/66 ഈക്വൽ ടു 0.0152 അല്ലെങ്കിൽ 1515 and 1 divided by 67 equal to 0.0149. ഓക്കെ, അപ്പൊ അത് രണ്ടും കിട്ടി. പക്ഷെ ഇൻഡയറക്റ്റ് കോട്ടാണ്. കാരണം ഡോളർ എടുത്തപ്പോൾ നമ്മൾ ഡയറക്റ്റ് കോട്ടാണ്, റുപ്പി ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഡയറക്റ്റ് കോട്ട്. അപ്പോൾ ഇനി എന്താ അറിയണം? ഇൻഡയറക്റ്റ് കോട്ടിന്റെ ഫോർമുല എന്താ? പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല, എങ്കിലും ഞാൻ കാണിച്ചു തരാണ്. ഇൻഡയറക്റ്റ് കോട്ട് ആകുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഫോർവേഡ് മൈനസ് സ്പോട്ട് എന്ന് പറയുന്നത് ഒന്ന് തലതിരിയുമെന്ന് മാത്രം. സ്പോട്ട് മൈനസ് ഫോർവേഡ് ഡിവൈഡഡ് ബൈ ഫോർവേഡ് ആവും. ഇനി വേദന ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട് എൻ്റെ നോട്ടില്. ഇതാ, when rate is available in indirect, appreciation or depreciation in home currency. ഇവിടെ എന്താ? appreciation or depreciation in foreign currency. അപ്പൊ നമ്മളിവിടെ ആദ്യം എന്താ ചോദിച്ചത്? ഫോറിൻ കറൻസിയിൽ എത്രയാ? അപ്പൊ അത് ഡയറക്റ്റ് കോട്ടാ, അത് ഓർത്ത് വെച്ചാൽ മതി. ഫോറിൻ കറൻസിയിൽ അപ്രീസിയേഷൻ ഓഫ് ഡിപ്രീഷിയേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കോട്ടാണ്. ഹോം കറൻസിയിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇൻഡയറക്റ്റ് കോട്ട. നമ്മളോട് എന്താ ചോദിച്ചേ? ഹോം കറൻസിയിലെ അപ്രീസിയേഷനോ ഡിപ്രീസിയേഷൻ. അപ്പൊ എന്തെടുക്കണം? ഇൻഡയറക്റ്റ് കോട്ട് എടുക്കണം. ഇൻഡയറക്റ്റ് കോട്ട് എടുക്കാനുള്ള ഫോർമുല സ്പോട്ട് റേറ്റ് മൈനസ് ഫോർവേഡ് റേറ്റ്. അപ്പോൾ ഇൻഡയറക്റ്റ് കോട്ടാണ്. അപ്പോൾ ആനുവലൈസ്ഡ് അപ്രീസിയേഷൻ ഓർ ഡിപ്രീസിയേഷൻ ഈക്വൽ ടു സ്പോട്ട് മൈനസ് ഫോർവേഡ് ഡിവൈഡഡ് ബൈ ഫോർവേഡ് into 100 into 12/3 ആണ് നമ്മുടെ കേസിൽ. സോ സ്പോട്ടിലെ റേറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഞാനത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പൊ ഫോറിൻ കറൻസിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് കോട്ടാണ്, DQ ആണ്. ഹോം കറൻസിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻഡയറക്റ്റ് കോട്ടാണ്, അപ്രീസിയേഷനോ ഡിപ്രീസിയേഷന്റെ കേസിൽ. അപ്പൊ പോയിന്റ് സ്പോട്ട് എന്ന് പറയുന്നത് 0.1515 0.01515 മൈനസ് ഫോർവേഡ് 1493 0.01493
ഡിവൈഡ് ബൈ 0.01493. നിങ്ങൾക്ക് 3 ഡിജിറ്റിലൊക്കെ എടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. മൾട്ടിപ്ലൈഡ് ബൈ 100 ഇൻറ്റു 12/3. റൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പ്രശ്നമില്ല. ഈക്വൽ ടു 5.894. ഇപ്പോൾ 5.89%. എഗെയിൻ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആയതുകൊണ്ട് അപ്രീസിയേഷൻ. എഗെയിൻ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആയതുകൊണ്ട് അപ്രീസിയേഷൻ. നെക്സ്റ്റ് വൺ, അടുത്തത് ചോദിക്കുന്നത്, ഹൗ മെനി $US വുഡ് ഫേം ഷുഡ് സെൽ ടു ഗെറ്റ് 45 lakh? അപ്പോൾ എത്ര $US ആണ് സെല്ല് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. $US സെല്ലാണ് ചെയ്യുന്നത്. $US സെൽ. $US നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ ഡീലർ ബൈസ്. ഡീലർ ബൈസ്. ഡീലർ ബി ആണ്, ബൈ ആണ്. അപ്പൊ എന്തെടുക്കണം? ബിഡ് പ്രൈസ് എടുക്കണം. ബിഡ് പ്രൈസ് എടുക്കണം. അപ്പൊ ഹൗ മെനി $US ഷുഡ് ബി സെൽ ടു ഗെറ്റ് 45 lakh ആണ്. അപ്പൊ $US മൾട്ടിപ്ലൈഡ് ബൈ, നമുക്ക് എത്രയെന്ന് അറിയില്ല, എത്ര സെല്ല് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബിഡ് പ്രൈസ്, ബിഡ് പ്രൈസ് എത്ര? ബിഡ് ആസ്ക്. അപ്പൊ എത്ര ബിഡ് പ്രൈസ്? ഹൗ മെനി $US ഷുഡ് ഫേം ഷുഡ് സെൽ ടു ഗെറ്റ് 45 lakh ആഫ്റ്റർ 3 months ആണ്. അപ്പൊ ആഫ്റ്റർ 3 months ആയതുകൊണ്ട് ആഫ്റ്റർ 3 months ആണ് പറയുന്നത്. ആഫ്റ്റർ 3 months. അപ്പൊ ഏതെടുക്കണം? ബൈയും ആണ്. അപ്പൊ ബിഡ് എടുക്കണം. ബിഡ് പക്ഷെ എന്താ എടുക്കേണ്ടത്? ഫോർവേഡിന്റെ എടുക്കണം. ബിഡ് ഫോർവേഡ്. അപ്പൊ എത്ര $US ഉണ്ട്? മൾട്ടിപ്ലൈഡ് ബൈ 67. നമുക്ക് എത്ര കിട്ടണം? 40 lakhs. 45 lakhs കിട്ടണം. 45 lakhs കിട്ടണം. Therefore എത്ര USD സെല് ചെയ്യണം? USD to be sold equal to 45 lakhs divided by 67. So 45 lakhs divided by 67 equal to $67,164.18. Okay. നാലാമത്തെ ക്വസ്റ്റ്യൻ. How many rupees firm is required to pay to obtain 2,20,000 in spot rate ആണ്. അപ്പൊ എന്താ ചോദിക്കുന്നത്? എത്ര റുപ്പി പേ ചെയ്യണം? എത്ര റുപ്പി പേ ചെയ്യണം? ചോദിക്കുന്നത് റുപ്പി എത്ര പേ ചെയ്യണം? റുപ്പി എത്ര പേ ചെയ്യണം? അപ്പൊ റുപ്പി പേ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? എത്ര റുപ്പി പേ ചെയ്തിട്ടാണ് ഡോളർ ബൈ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഡോളർ ബൈ ചെയ്യുന്നു. How much rupee is need to be paid to obtain $2,20,000? അപ്പൊ നമ്മൾ എന്താ ചോദിക്കുന്നത്? എത്ര റുപ്പി പേ ചെയ്തിട്ടാണ് ഡോളർ 2,20,000 വാങ്ങിക്കുന്നത്? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡോളർ ബൈ ആണ് ചെയ്യുന്നത്. നമ്മൾ ഡോളർ ബൈ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഡോളർ ബൈ ചെയ്യുമ്പോൾ ഡീലർ സെല്ലാണ് ചെയ്യുന്നത്. ഡീലർ സെല്ല് ചെയ്യുമ്പോൾ ആസ്ക് റേറ്റ് ആണ്. എവിടെയാ? സ്പോട്ടിലാണ് ചോദിക്കുന്നത്. അപ്പൊ $2,20,000 കിട്ടാൻ എത്ര റുപ്പി ബൈ യൂസ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്, ഡോളർ ബൈ ചെയ്യാൻ. അപ്പോൾ എത്രയാണ് ആസ്ക് റേറ്റ്? 60 സ്പോട്ടാണ്, 66.25. എത്ര വേണ്ടത്? $2,20,000. സോ ദിസ് ഇസ് ഈക്വൽ ടു $2,20,000 ആണ് വേണ്ടത്. റുപ്പിയുടെ ആസ്ക് റേറ്റ് 66 സ്പോട്ടിലാണ് ചോദിക്കുന്നത് 25 ഈക്വൽ ടു 2,20,000 into 66.25 ഈക്വൽ ടു വലിയൊരു സംഖ്യ കിട്ടും, 1,45,75,000 INR. റുപ്പി എഴുതാൻ മറക്കരുത്. ഫോറിൻ കറൻസിയിൽ ആ ചാപ്റ്ററിൽ എന്ത് പറയണം? കിട്ടിയിരിക്കുന്നത് ഏത് കറൻസിയിലാണെന്ന് പറയണം. റുപ്പി ആണോ, ഡോളർ ആണോ, യെൻ ആണോ, ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Assume that firm has 90,000 in current account. ഇതുകൊണ്ട് ചെയ്തിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. Return on rupee investment is 10% per annum.
ഷുഡ് ദ ഫേം എൻകാഷ് USD now or 3 months later? അപ്പൊ നമ്മളോട് എന്താ പറയുന്നത്? 90,000 എവിടെയുണ്ട്? കറണ്ട് അക്കൗണ്ടിൽ ഉണ്ട്. 90,000 കറണ്ട് അക്കൗണ്ടിലുണ്ട്. അപ്പോൾ ഇപ്പൊ ക്യാഷ് ചെയ്യണോ, സ്പോട്ടിൽ ക്യാഷ് ചെയ്യണോ, അതോ 3 month കഴിഞ്ഞിട്ട് മതിയോ, 3 month ഫോർവേഡ് എടുക്കണോ എന്നാണ് ചോദ്യം. എത്ര കയ്യിലുള്ളത്? $90,000 ഉണ്ട്. സോ $90,000 കയ്യിലുണ്ട്, അക്കൗണ്ടിലുണ്ട് 90,000. അപ്പൊ 90,000 അക്കൗണ്ട് കയ്യിലുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? ഈ ഡോളർ അങ്ങോട്ട് കൊടുക്കും അല്ലെ? അപ്പൊ നമ്മൾ സെല്ല് ഡോളർ എന്നിട്ട് എന്ത് വാങ്ങിക്കും? ബൈ INR ആണ്. അപ്പൊ സെൽ ഡോളർ ബൈ INR ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡോളർ സെല്ല് ചെയ്യാണ്, അതായത് സെൽ ഡോളർ ആണ്. അപ്പോ ഡീലർ എന്ത് ചെയ്യുന്നു? ബൈ ചെയ്യുന്നു. ഡീലർ ബൈ. അപ്പൊ ഡീലർ ബൈ ചെയ്യുമ്പോൾ ബി ആണ്, ഡീലറുടെ ബി ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ബിഡ് ആണ്. ഡീലറുടെ ബി ആണ്, ബിഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് നോക്കുന്നു? ഇപ്പോ നമുക്ക് കിട്ടുകയാണെങ്കിൽ therefore right now ആണെങ്കിൽ എത്രയായിരിക്കും? 90,000 into 66 ആണ്. 90,000 ബിഡ് നോക്കുന്നു, സ്പോട്ട് ആണ് 66. അപ്പൊ ഇപ്പൊ നമ്മൾ സെല് ചെയ്യുകയാണെങ്കിൽ 90,000 into 66 money received. 90,000 into 66 equal to 59,40,000. ഫോർവേഡ് നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇനി 3 മാസം കഴിഞ്ഞിട്ട്, ആ 3 മാസം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ മണി ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് കിട്ടും. ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടും ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ 59,40,000 ഇൻറ്റു ഇൻട്രസ്റ്റ് എത്ര? 3 മാസം നമ്മളിപ്പോ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടോ? യെസ്, 10%. 10% into 3/12. അപ്പോൾ into 10% into 3 divided by 12 equal to 1,48,500. അപ്പോൾ ഇപ്പൊ നമ്മൾ ഇത് സെല്ല് ചെയ്ത് മണി കൺവേർട്ട് ചെയ്ത് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാസം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് എത്ര ഉണ്ടാവും? 60,88,500. സോ മണി ആഫ്റ്റർ 3 months. ആഫ്റ്റർ 3 months. ഓക്കെ, ഇത് എന്തിനാ ചെയ്യുന്നേ? ഫോർവേഡ് 3 മാസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് നോക്കും? ഇപ്പൊ നമ്മൾ രണ്ട് വാങ്ങിച്ചു, കളക്ട് ചെയ്തു, എന്നിട്ട് അത് 3 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ 3 മാസം കഴിഞ്ഞിട്ട് എത്ര കിട്ടും? ഇനി നമ്മൾ നോക്കുന്നത് ഫോർവേഡ് ആണ്. ഫോർവേഡ് ഒറ്റ കാര്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫോർവേഡ് 3 മാസം കഴിഞ്ഞിട്ട് 90,000 ഇൻറ്റു ബിഡ് ആണ് എത്രയാ? 67. 90,000 ഇൻറ്റു 67 ഈക്വൽ ടു 60,30,000. ഇൻട്രസ്റ്റ് നോക്കണോ? വേണ്ട, ഇത് 3 മാസം കഴിഞ്ഞിട്ടാണ്. ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, നോ ഇൻട്രസ്റ്റ്. കാരണം 3 മാസം കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ്. മറ്റേത് നമുക്ക് ഇപ്പൊ കിട്ടി, എന്നിട്ട് 3 മാസം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഫോർവേഡ് റേറ്റിൽ കിട്ടുന്നത് എത്രയാ? 60,30,000 ആണ്. അപ്പോൾ ഏതാ ബെറ്റർ? ഇപ്പൊ ഇത് വാങ്ങിക്കുന്നതാണ്. റിട്ടേൺ ഓൺ സ്പോട്ട് ആണ് ഹയർ. ഇപ്പൊ ഇത് വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ 3 മാസം കൊണ്ട് നമുക്ക് 60,88,500 കിട്ടും. 3 മാസം ഫോർവേഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ആ റേറ്റ് അപ്പ് കിട്ടും 60,30,000 ആണ്. ബെറ്റർ എന്താ? Return on, therefore return on spot is higher. Return on spot is higher. Hence convert at spot. Convert at spot rate and invest. Okay, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 9 ഹോംവർക്ക് ആണ്. സെയിം ഇത് തന്നെയാണ്, നിങ്ങൾക്കൊന്ന് പരിചയമാവാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ ആൻസർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു തരണ്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് തരണ്ട്. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല, കാരണം സെയിം ക്വസ്റ്റ്യൻ ആണ്. ഡോളർ എത്ര കറൻസി ചേഞ്ച് ചെയ്തു? ഡോളർ ആണ്, ഫോറിൻ കറൻസി ആണ്, അപ്പൊ ഡയറക്റ്റ് കോട്ട്. റുപ്പി എത്ര ചേഞ്ച് ചെയ്തു? അപ്പോൾ ഇൻഡയറക്റ്റ് കോട്ട്. ആ ഫോർമുല എടുക്കുക. പോസിറ്റീവ് ആണെങ്കിൽ അപ്രീസിയേഷൻ, നെഗറ്റീവ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ. എത്ര US ഡോളർ ആണ് വേണ്ടത്? ഇതിന്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പോയിന്റ്സ് മാത്രം മാറ്റിയിട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ 10 മുതൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങും. സോ താങ്ക് യു എവ്രി വൺ. വൈകിട്ട് കാണാം. ഹാവ് എ നൈസ് ഡേ.